Good morning, all. Good morning, ma'am. Good morning. കഴിഞ്ഞ ദിവസം എടുത്ത് നോക്കിയോ? നാബ് ക്വാളിറ്റി അഷുറൻസ് ഓഫ് നാബ്. ഇല്ല മാം. ഇല്ല. എന്തുപറ്റി? ഞാൻ ആ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല മാം. ഉണ്ടായില്ല. ഓക്കെ, റെക്കോർഡഡ് ക്ലാസ് കാണാട്ടോ അശ്വതി. ഓക്കെ മാം. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മിസ്സിന്റെ ക്ലാസ്സിൽ കയറുമ്പോ ചോദിക്കാട്ടോ. ഓക്കെ ഓക്കെ. അല്ലാണ്ട് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പഠിച്ചാലേ പെട്ടെന്ന് കിട്ടില്ല. ഈ ചാപ്റ്റർ കുറച്ച് ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ ആണ്. എന്തായാലും റെക്കോർഡഡ് ക്ലാസ് കാണാൻ ശ്രമിക്കുക കേട്ടോ. ഒഴിവ് പോയാ കഴിഞ്ഞ ദിവസം നമ്മൾ എവിടം വരെ എടുത്തു? നാബ് വരെ എടുത്തു അല്ലെ? അക്രിഡിയേഷൻ ബോഡീസ് കഴിഞ്ഞു. അതിൽ നാബിനെ കുറിച്ചാണ്. നാബിന്റെ പറഞ്ഞില്ലേ, ഓരോ 4 വർഷം കൂടുമ്പോഴാണ് നാബ് എന്ത് ചെയ്യുന്നത്? നവീകരിക്കുന്നത് അല്ലെ? അവരെന്താണ് ലൈസൻസ് പുതുക്കുന്ന പോലെ നാബിന്റെ റീ അക്രിഡിയേഷൻ നടത്തുന്നതിൽ അംഗീകാരം പുതുക്കുന്നത്. ഓക്കെ, നാബ് എങ്ങനെയാണ് ഓരോ 4 വർഷം കൂടുമ്പോ എന്ത് ചെയ്യുന്ന അതിന്റെ അക്രിഡിയേഷൻ അല്ലെ അംഗീകാരം പുതുക്കുന്നുണ്ട്. പിന്നെ എന്താണ് ഇപ്പൊ നിലവിലെ എല്ലാ ഹോസ്പിറ്റലുകളിലും നിലനിൽക്കുന്നത് നാബിന്റെ 5th എഡിഷൻ സ്റ്റാൻഡേർഡ് അനുസരിച്ചാണ് ഇപ്പൊ ഓരോ ഹോസ്പിറ്റലുകളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. നാബ് എന്തിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്, കേന്ദ്രീകരിക്കുന്നത്? പേഷ്യന്റിന്റെ സുരക്ഷിതത്വത്തെയും പിന്നെ എന്താണ് ക്വാളിറ്റി ഓഫ് സർവീസ് അല്ലെ, എന്താണ് നല്ല ഗുണനിലവാരമുള്ള രോഗി പരിചരണമാണ് നാബ് ലക്ഷ്യമിടുന്നത്. നെക്സ്റ്റ്, നാബ് എന്ന് പറയുന്നത് ഒരു ഓട്ടോണോമസ് ബോഡിയാണ്, ഒരു സ്വയംഭരണ സ്ഥാപനമാണ്. എന്ന് വെച്ചാൽ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴില് ക്വാളിറ്റി മേക്കിംഗ് ബോർഡായിട്ട് വരുന്നതാണ് QCI, ക്വാളിറ്റി കൗൺസിൽ ഇന്ത്യ. സെൻട്രൽ ഗവൺമെന്റിന്റെ അണ്ടറിലാണ് വരുന്നത്. ക്വാളിറ്റി ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട്, സ്റ്റാൻഡേർഡ് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ക്വാളിറ്റി കൗൺസിൽ ഇന്ത്യ വരുന്നത്. ഈ ക്വാളിറ്റി കൗൺസിൽ ഇന്ത്യയുടെ അണ്ടറിൽ പ്രവർത്തിക്കുന്നതാണ് നാബ്. അപ്പൊ നാബിന് എന്താണ് നമ്മുടെ ലബോറട്ടറികളിൽ അല്ലെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലുകളിൽ ക്വാളിറ്റി ഉണ്ടോ, അക്രിഡിയേഷൻ നൽകണോ എന്നുള്ള അംഗീകാരം നൽകണോ എന്നുള്ള കാര്യത്തിൽ എന്താണ് ഇവർക്ക് ഒറ്റയ്ക്ക് തന്നെ തീരുമാനിക്കാൻ സാധിക്കുന്നതാണ്. ഹോസ്പിറ്റല് പാലിക്കേണ്ട എന്താണ് സ്റ്റാൻഡേർഡുകള്, അവിടുത്തെ കീ പെർഫോമൻസ്, കുറെ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് പറയുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങള് ഓക്കെ നല്ല രീതിയിൽ പാലിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നാബിന് അക്രിഡിയേഷൻ അംഗീകാരം കൊടുക്കാൻ സാധിക്കുന്നു. ക്ലിയർ ആയോ? നാബിനെ കുറിച്ച് ഒരു ഏകദേശം ഐഡിയ കിട്ടിയോ? നാബ് എന്ന് പറയുന്നത് ഒരു സ്വയംഭരണ സ്ഥാപനമാണ് ഹോസ്പിറ്റലുകൾക്ക് പിന്നെ എന്താണ് ലബോറട്ടറികൾക്കൊക്കെ അംഗീകാരം കൊടുക്കുന്നതിന് അല്ലെ. അപ്പൊ അവര് കാണിക്കേണ്ട ഒരുപാട് റിക്വയർമെന്റ്സുകൾ ഉണ്ടാവും അല്ലെ. റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞാല് ഇൻഡിക്കേറ്റേഴ്സ്, സൂചകങ്ങളുണ്ട്, സ്റ്റാൻഡേർഡുകളുണ്ട്, അവർ കാണിക്കേണ്ട ആവശ്യകതകളുണ്ട്. ഇപ്പൊ ഓരോ സർട്ടിഫിക്കറ്റുകൾ അല്ലെ, മാനുവൽസ്, പൊല്യൂഷൻ കൺട്രോളിന്റെ ആവാം, സേഫ്റ്റി മാനുവൽ ആവാം അല്ലെ, ഒരുപാട് കാര്യങ്ങൾ കാണിക്കണ്ടേ അവർക്ക് അക്രിഡിയേഷൻ ലഭിക്കണമെങ്കിൽ. അപ്പൊ അങ്ങനെയുള്ള അവിടുത്തെ ഫെസിലിറ്റീസ് അല്ലെ, ക്വാളിറ്റി ഉള്ള ഫെസിലിറ്റീസ് ആയിരിക്കണം. അവിടുത്തെ സ്റ്റാഫുകൾ എങ്ങനെയുള്ളവരായിരിക്കണം? അക്രിഡൻഷ്യൽ ആയിരിക്കണം അല്ലെ, യോഗ്യതയുള്ള സ്റ്റാഫുകളായിരിക്കണം അല്ലെ. അപ്പൊ അതൊക്കെ നോക്കിയിട്ടാണ് നാബ് എന്ത് കൊടുക്കുന്നത്? നാബിന് തന്നെ തീരുമാനിക്കാൻ കഴിയും എന്താണ് അവർക്ക് അക്രിഡിയേഷൻ കൊടുക്കണോ എന്നുള്ള കാര്യങ്ങള് നാബിന് തന്നെ തീരുമാനിക്കാൻ സാധിക്കുന്നു. ക്ലിയർ ആയോ നാബ് എന്താണെന്ന്? ഓക്കെ, നെക്സ്റ്റ്, NAB mainly divides hospital into 2 main divisions. NAB ഹോസ്പിറ്റലുകളെ എന്താണ് രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്, വിഭജിക്കുന്നത്. ഹോസ്പിറ്റലുകളെ മെയിൻലി, അതായത് NAB പ്രധാനമായും ഹോസ്പിറ്റലുകളെ രണ്ടായി വിഭജിക്കുന്നു, തരംതിരിക്കുന്നു. SHCO അതായത് സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്താണ് വിത്ത് ലെസ് ദാൻ 50 ബെഡ്സ് അല്ലെ, 50 ബെഡിൽ കുറവുള്ളെങ്കിൽ ആ ഹോസ്പിറ്റലിനെ അവർ എന്ത് പറയുന്നു? HSHCO എന്താണ്? സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. 50 ബെഡിൽ കൂടുതലാണെങ്കിൽ അവരെന്ത് പറയുന്നു? HCO ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ.
NAB standards for hospital is arranged by technical committee constituted by NAB that has esteemed person from clinical nursing and medical administration staff areas. എന്താണ് NAB അവരുടെ സ്റ്റാൻഡേർഡ്സ് അക്രഡിറ്റേഷൻ കൊടുക്കുന്നതിന് എന്താണ് അവിടെ NAB ഹോസ്പിറ്റലിൽ തന്നെ ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നുണ്ട് അക്രഡിറ്റേഷൻ കൊടുക്കുന്നതിന് വേണ്ട കാര്യങ്ങള് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മൾ പറയാറില്ല ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുന്നതിനായിട്ട് ആരുണ്ട്? ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി ഉണ്ട് അല്ലെ. സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നോക്കുന്നതിനായിട്ട് ആരുണ്ട്? സേഫ്റ്റി കൺട്രോൾ കമ്മിറ്റികൾ ഉണ്ട് അല്ലെ. സെക്യൂരിറ്റി ഉണ്ടോ? അതെ. പിന്നെന്താണ്? ഫാർമസിയിലെ ഡ്രഗുകളുടെ കാര്യങ്ങൾ നോക്കാൻ ആരുണ്ട്? ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി ഉണ്ട് അല്ലെ. അതേപോലെ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട് NAB പറയുന്ന സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഹോസ്പിറ്റലുകളിൽ പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നുണ്ട്. അതിൽ ആരൊക്കെയാണ്? എസ്റ്റീംഡ് പേഴ്സൺസ്, എന്താണ് ബഹുമാനിക്കപ്പെടുന്നത്, അതായത് ഒരു കുറച്ച് ഇതിൽ നിൽക്കുന്നത് അല്ലെ, ഹെഡായിട്ട് വരുന്ന ആളുകളെയാണ്, ബഹുമാനിക്കപ്പെടുന്ന വ്യക്തികളെയാണ് ആ കമ്മിറ്റിയിൽ ഇവര് അംഗങ്ങളാക്കുന്നത്. അതായത് ആരൊക്കെയാണ് പെടുന്നത്? ക്ലിനിക്കൽ, നഴ്സിംഗ് ആൻഡ് മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ ഏരിയാസ്, ഈ മൂന്ന് വിഭാഗത്തിൽ പെടുന്ന ആളുകളെയാണ് ഈ കമ്മിറ്റിയിൽ അംഗങ്ങളാക്കുന്നത്. ക്ലിയർ ആയോ? അപ്പൊ NAB ഓക്കെ. ആരൊക്കെയാണ്? ക്ലിനിക്കൽ, അതായത് ഡോക്ടേഴ്സ് ആവുക അല്ലെ. ക്ലിനിക്കൽ, നഴ്സിംഗ് ആൻഡ് മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ ഏരിയസിൽ നിന്ന് ബഹുമാനിക്കപ്പെടുന്ന, അതായത് അതിൽ മുന്നേ ഇതിൽ നിൽക്കുന്ന ആളുകളെയാണ് NAB എന്താണ് ഒരു കമ്മിറ്റി, ടെക്നിക്കൽ കമ്മിറ്റിയിൽ അംഗങ്ങളാക്കുന്നത്. The accreditation standards consider the needs of various laws and regulations and guidelines laid down by the government from time to time. ഈ NAB അക്രഡിറ്റേഷൻ നൽകണമെങ്കിൽ കുറച്ച് സ്റ്റാൻഡേർഡുകൾ ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. ആ സ്റ്റാൻഡേർഡ് അവര് കൺസിഡർ ചെയ്യുന്നത്, പരിഗണിക്കുന്നത് എന്തിന്റെ ബേസിസിലാണ്? ബൈ ദ ഗവൺമെന്റ് ഫ്രം ടൈം ടു ടൈം. ഗവൺമെന്റ് കാലാകാലങ്ങളായി, ഒരുപാട് നാളുകളായി നിലനിർത്തുന്ന വേരിയസ് ലോസ് അല്ലെ, നിയമങ്ങള്, റെഗുലേഷൻസ്, നിയന്ത്രണങ്ങള് ആൻഡ് ഗൈഡ് ലൈൻസ്, മാർഗനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇവർ ഈ സ്റ്റാൻഡേർഡ് പരിഗണിക്കുന്നത്. ക്ലിയർ ആയോ? പേഷ്യൻസിന്റെ റൈറ്റ്സുകൾ ഉണ്ട് അല്ലെ, അവിടുത്തെ സ്റ്റാഫുകളുടെ റൈറ്റ്സുകൾ ഉണ്ട് അല്ലെ, അവകാശങ്ങളില്ലേ ഓരോ ഹോസ്പിറ്റലുകളിലും. അപ്പൊ അങ്ങനെയുള്ള ഗവൺമെന്റ് കാലാകാലങ്ങളായി നിലനിർത്തുന്ന നിയമങ്ങളും നിയന്ത്രണങ്ങളും മാർഗനിർദ്ദേശങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് NAB അക്രഡിറ്റേഷൻ സ്റ്റാൻഡേർഡ്, അംഗീകാരം നൽകുന്നതിനുള്ള സ്റ്റാൻഡേർഡ് പരിഗണിക്കുന്നത്. ക്ലിയർ ആയോ ആ പാരഗ്രാഫ് എല്ലാവർക്കും? ഇപ്പൊ നമുക്ക് നമ്മുടെ കോടതികളിൽ വിധി പറയുന്നത് എങ്ങനെയാണ്? ആ ലോ ബുക്ക് നോക്കിയിട്ടാണ് അല്ലെ കോടതിയിൽ വിധി പറയുന്നത്, ലോ ബുക്ക് നോക്കിയിട്ടല്ലേ. അതേപോലെ എന്താണ് NAB അവര് സ്റ്റാൻഡേർഡ്സ് പരിഗണിക്കുന്നത് ഈ ഗവൺമെന്റിന്റെ കീഴിലുള്ള കാലാകാലങ്ങളായി അവർ നിലനിർത്തുന്ന നിയമങ്ങളും നിയന്ത്രണങ്ങളും മാർഗനിർദ്ദേശങ്ങളെയും പരിഗണിച്ചാണ്. Next, main NAB guide book. Standards has 10 chapters with 100 standards and 651 objective elements. നമ്മുടെ NABന്റെ ഗൈഡ് ബുക്ക്, നമുക്ക് ലോ ബുക്ക് ഉണ്ട് അല്ലെ, നിയമങ്ങളുടെ ഒരു ബുക്കില്ലേ കോടതിയിൽ വിധി പറയുന്നതിന് അല്ലെ. അതേപോലെ സ്റ്റാൻഡേർഡ്, ഈ NABന് ഒരു ഗൈഡ് ബുക്ക് ഉണ്ട് സ്റ്റാൻഡേർഡുകൾ തീരുമാനിക്കുന്നതിന് വേണ്ടിയിട്ട്. ഹോസ്പിറ്റലിലെ ഒബ്ജക്റ്റീവ്സ് ഉദ്ദേശങ്ങളെ തീരുമാനിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ എന്തുണ്ട്? ഒരു ഗൈഡ് ബുക്ക് ഉണ്ട്. അതിലെ 10 ചാപ്റ്റർ ഉണ്ട്. 10 ചാപ്റ്റേഴ്സ്, 100 സ്റ്റാൻഡേർഡ്സ് ആൻഡ് 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ്. ക്ലിയർ ആയോ? ഇതൊക്കെ എങ്ങനെയാണ് തന്നെ നമ്മൾ പഠിക്കണം കേട്ടാ. നമുക്ക് കുറെ ഇതിൽ പറയാം ആർട്ടിക്കിൾസ്, 22A ആർട്ടിക്കിൾസ് അല്ലെ, അതിനൊക്കെ പറയാം. അതേപോലെ എന്താണ് NABന്റെ ഗൈഡ് ബുക്കില്
10 ചാപ്റ്റർ ഉണ്ട്, 100 സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ഉണ്ട്. സ്റ്റാൻഡേർഡ് റെഫേഴ്സ് ടു എ സെറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ഫോർ ദി പെർഫോമൻസ്. സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ആണ്. എന്തിന്റെ അടിസ്ഥാനത്തില്? പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ അല്ലെ. അതെന്ന് വെച്ചാല് സ്റ്റാൻഡേർഡ് എന്ന് വെച്ചാൽ ഒരു ഹോസ്പിറ്റലിലെ പേഷ്യന്റിന്റെ സേഫ്റ്റി, സുരക്ഷിതത്വ, ക്വാളിറ്റി കെയർ ഇത് ഉറപ്പാക്കുന്നതിന് വേണ്ടി ഹോസ്പിറ്റൽ ഫോളോ ചെയ്യുന്ന മാനദണ്ഡങ്ങളെ അല്ലെങ്കിൽ മാർഗനിർദ്ദേശങ്ങളെയാണ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അത് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. എന്താണ്? ഒരു ഹോസ്പിറ്റലില് പേഷ്യൻസിന്റെ സേഫ്റ്റി, സുരക്ഷിതത്വം, പിന്നെന്താണ്? പേഷ്യൻസിന് എന്താണ്? ഗുണനിലവാരമുള്ള പരിചരണം കൊടുക്കണം അല്ലെ. അതിനുവേണ്ടി ഹോസ്പിറ്റലുകള് ഫോളോ ചെയ്യുന്ന മാർഗനിർദ്ദേശങ്ങളെ അല്ലെങ്കിൽ മാനദണ്ഡങ്ങളെയാണ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്, നിലവാരം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അത് മിസ് പറഞ്ഞാൽ ക്ലിയർ ആയോ? ഓക്കെ. നിങ്ങൾക്ക് ആ ഒരു സെന്റൻസ് മാത്രം പറഞ്ഞാൽ ക്ലിയർ ആവില്ല. അതുകൊണ്ടാണ് മിസ് കുറച്ചും കൂടി ഇതായിട്ട് പറഞ്ഞത് കേട്ടോ. നെക്സ്റ്റ് elements comes under ഒരു മിനിറ്റ് കേട്ടോ. Okay, elements come under each standard and are used to observe. എന്താണ് elements എന്ന് പറയുന്നത്? സ്റ്റാൻഡേർഡിന്റെ കീഴിൽ വരുന്നതാണ്. elements comes under each standard. എന്താണ് elements എന്ന് പറയുന്നത്? സ്റ്റാൻഡേർഡിന്റെ അണ്ടറിൽ വരുന്നതാണ്. and are used to observe. എന്താണ്? നമുക്ക് സ്റ്റാൻഡേർഡ് അളക്കുന്നതിനുള്ള അല്ലെ, ഒബ്സർവ് ചെയ്യുന്നതിനുള്ള ഒരു അളവുകോലിനെയാണ് എലമെന്റ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? നമ്മൾ സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പേഷ്യൻസിന് നൽകുന്ന സേഫ്റ്റി അല്ലെ, പിന്നെ ക്വാളിറ്റി കെയർ അല്ലെ. ഇതിന് നമ്മൾ ഫോളോ ചെയ്യുന്ന ഉറപ്പാക്കുന്നതിന് ഹോസ്പിറ്റലുകൾ ഫോളോ ചെയ്യുന്ന മാർഗനിർദ്ദേശങ്ങളെയാണ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അപ്പൊ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഈ സ്റ്റാൻഡേർഡ് എത്രത്തോളം ക്വാളിറ്റി കെയർ നൽകുന്നുണ്ട്, എത്രത്തോളം സേഫ്റ്റി ഉറപ്പാക്കുന്നുണ്ട് എന്നതിനെ അളക്കുന്ന അളവുകോലിനെയാണ് എന്ത് പറയുന്നത്? എലമെന്റ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ബാക്കി എല്ലാവർക്കും എങ്ങനെയാണ്? വിഷയത്തിൽ ക്ലിയർ ആയെന്ന് ബാക്കി എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ. നമ്മൾ സ്റ്റാൻഡേർഡിനെ അളക്കാൻ ഉപയോഗിക്കുന്ന അളവ് അത് എത്രത്തോളം ഗുഡ് ആണ്, എത്രത്തോളം പെർഫെക്റ്റ് ആണ് അല്ലെ, അത് പേഷ്യൻസിൽ എത്രത്തോളം സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ അളക്കാൻ ഉപയോഗിക്കുന്ന അളവുകോലിനെയാണ് എലമെന്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് out of 651 objectives elements എന്താണ്? 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സുകളാണ് സ്റ്റാൻഡേർഡിലുള്ളത്. നമ്മൾ പറഞ്ഞു അല്ലെ, 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. 10 ചാപ്റ്റർ, 100 സ്റ്റാൻഡേർഡ്, 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ്. ഇതില് 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സിൽ 102 എണ്ണം എന്താണ്? കോർ കാറ്റഗറി ആണ് വരുന്നത്. കോർ കാറ്റഗറിയിൽ 102 എണ്ണം. 400 സെന്റൻസ് ഇത് വായിക്കണോ മുഴുവനായിട്ട്? പറഞ്ഞെന്നാ പോരെ നിങ്ങൾക്ക്? സെന്റൻസ് മുഴുവൻ വായിക്കണോ? വായിക്കണം. ഓക്കെ. ഔട്ട് ഓഫ് 600 വേണ്ട മിസ്, ഇത് ജസ്റ്റ് പറഞ്ഞുതരാം. ഇത് പറഞ്ഞില്ലേ, 651 ആകെ ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ആണുള്ളത്. അതിൽ 102 എണ്ണം കോർ കാറ്റഗറി, 451 എണ്ണം കമ്മിറ്റ്മെന്റ് കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത്. പിന്നെ 60 എണ്ണം അച്ചീവ്മെന്റ് കാറ്റഗറി, 30 എണ്ണം എക്സലൻസ് കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത്. 102 കോർ കാറ്റഗറി വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തോട്ടാ. 102 എണ്ണം കോർ കാറ്റഗറി, 459 എണ്ണം കമ്മിറ്റ്മെന്റ് കാറ്റഗറി, 60 എണ്ണം അച്ചീവ്മെന്റ് കാറ്റഗറി, 30 എണ്ണം എക്സലൻസ് കാറ്റഗറി. ഇതില് 102 കോർ കാറ്റഗറി, 102 എണ്ണം കോർ കാറ്റഗറി. കോർ കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഓരോ മൂല്യനിർണയം നടത്തുമ്പോഴും അല്ലെ,
ഓരോ സമയത്ത് നമ്മൾ മൂല്യനിർണ്ണയം നടത്തുമ്പോഴും നിർബന്ധമായും നമ്മൾ വിലയിരുത്തേണ്ട ഘടകങ്ങളെയാണ്, ഫാക്ടേഴ്സിനെയാണ് കോർ കാറ്റഗറി എന്ന് പറയുന്നത്. ഓരോ മൂല്യനിർണ്ണയം നടത്തുന്ന സമയത്തും നിർബന്ധമായും വിലയിരുത്തേണ്ട ഘടകങ്ങളെയാണ് കോർ കാറ്റഗറി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ കോർ കാറ്റഗറി? നിർബന്ധമായി നമ്മ ഓരോ സമയത്ത് വിലയിരുത്തുമ്പോഴും നമ്മ പറഞ്ഞു എന്താണ് ഈ അസസ്മെന്റ് എന്ന് പറയുന്നത് ഹോസ്പിറ്റലില് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ് അല്ലെ, കണ്ടിന്യൂസ് പ്രോസസ് ആണ് അല്ലെ. നമ്മ ഫ്രീക്വന്റ്ലി ആയിട്ട് പലപ്പോഴായിട്ട് അവിടുത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തും അല്ലെ, വിലയിരുത്തി അതിനു വേണ്ടി ഇംപ്രൂവ്മെന്റുകൾ നടത്തും. അതല്ലേ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്നത്. അതേപോലെ നമ്മൾ ഓരോ സമയത്തും ഓരോ മൂല്യനിർണ്ണയം നടത്തുമ്പോഴും നിർബന്ധമായും വിലയിരുത്തേണ്ട, അസസ് ചെയ്യേണ്ട ഘടകങ്ങളെയാണ് കോർ കാറ്റഗറി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ കോർ കാറ്റഗറി? ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് 459 കമ്മിറ്റ്മെന്റ് കാറ്റഗറി. കമ്മിറ്റ്മെന്റ് കാറ്റഗറി എന്ന് പറയുന്നത് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റിന്റെ സമയത്തല്ല, നമ്മ അന്തിമ മൂല്യനിർണ്ണയം നടത്തില്ലേ, ലാസ്റ്റ് ഫൈനൽ അസസ്മെന്റ് നടത്തില്ലേ. അപ്പൊ ആ ഫൈനൽ അസസ്മെന്റിന്റെ സമയം, അന്തിമ മൂല്യനിർണ്ണയം നടത്തുന്ന സമയത്ത് വിലയിരുത്തേണ്ട ഘടകങ്ങളെയാണ് കമ്മിറ്റ്മെന്റ് കാറ്റഗറി എന്ന് പറയുന്നത്. ഫൈനൽ അസസ്മെന്റിന്റെ സമയത്ത് വിലയിരുത്തേണ്ട ഘടകങ്ങളെയാണ് 459 കമ്മിറ്റ്മെന്റ് കാറ്റഗറി എന്ന് പറയുന്നത്. നെക്സ്റ്റ് 60 അച്ചീവ്മെന്റ് കാറ്റഗറി. 60 എണ്ണം അച്ചീവ്മെന്റ് കാറ്റഗറിയിലാണ് എലമെന്റ്സ്. അതില് എന്ന് വെച്ചാല് എന്താണ്, നിരീക്ഷണ മൂല്യനിർണ്ണയം. നമ്മൾ സർവീലൻസ് ടൈമില് നിരീക്ഷിക്കാൻ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത്, ഒബ്സർവ് മൂല്യനിർണ്ണയം നടത്തുന്ന സമയത്ത് നമ്മ വിലയിരുത്തേണ്ട അസസ് ചെയ്യേണ്ട ഘടകങ്ങളെയാണ് അച്ചീവ്മെന്റ് കാറ്റഗറി എന്ന്. എത്രത്തോളം നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ട് അല്ലെ, നേടിയിട്ടുണ്ട്, അങ്ങനെയുള്ള ഇതിനെയാണ് അച്ചീവ്മെന്റ് കാറ്റഗറി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആയോ എല്ലാവർക്കും? ഓക്കെ, നെക്സ്റ്റ് 30 എക്സലൻസ്. ഒന്നുകൂടെ പറയണം, ഏതാണ്? 60 എണ്ണം അച്ചീവ്മെന്റ് കാറ്റഗറി ആണോ ശ്രുതി? അച്ചീവ്മെന്റ് കാറ്റഗറി എന്ന് ഉദ്ദേശിക്കുന്നത് നിരീക്ഷണ മൂല്യനിർണ്ണയ സമയത്ത് നമ്മ എന്താണ് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്തു അല്ലേ, അത് നമ്മ ഒബ്സർവ് ചെയ്യോ. അങ്ങനെ ഒബ്സർവ് ചെയ്യാൻ സർവീലൻസ് നടത്തുമ്പോൾ നമ്മ നിരീക്ഷണ സമയത്ത് വിലയിരുത്തേണ്ട ഘടകങ്ങളെയാണ് അച്ചീവ്മെന്റ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് 30 എക്സലൻസ് കാറ്റഗറി. 30 എണ്ണം എക്സലൻസ് കാറ്റഗറിയാണ്. അതായത് നമ്മ പറഞ്ഞു നാബ് എത്ര വർഷം കൂടുമ്പോഴാണ് റീ അക്രിഡിയേഷൻ നടത്തുന്നത്? 4 വർഷം അല്ലെ. അങ്ങനെയുള്ള റീ അക്രിഡിയേഷൻ സമയത്ത്, പുനർ അക്രിഡിയേഷൻ നടത്തുന്ന സമയത്ത് വിലയിരുത്തേണ്ട ഘടകങ്ങളെയാണ് എക്സലൻസ് കാറ്റഗറി എന്ന് പറയുന്നത്. ഓക്കെ ആയോ? റീ അക്രിഡിയേഷൻ സമയത്ത് വിലയിരുത്തേണ്ട ഘടകങ്ങളെയാണ് എക്സലൻസ് കാറ്റഗറി എന്ന് പറയുന്നത്. അതില് 30 എണ്ണം. ഓക്കെ ആയോ? അത് ഓക്കെ. ഇപ്പൊ നോക്കിയേ, ഈ 102, 459, 60, 30 എല്ലാം കൂടി കിട്ടിക്കഴിയുമ്പോ എത്ര കിട്ടി? നമുക്ക് 451 എണ്ണം കിട്ടിയില്ലേ? 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ആയില്ലേ? ആകെ 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ആണുള്ളത്. അതിൽ 4 വിഭാഗമാണ്: കോർ കാറ്റഗറി, കമ്മിറ്റ്മെന്റ് കാറ്റഗറി, അച്ചീവ്മെന്റ് കാറ്റഗറി, എക്സലൻസ് കാറ്റഗറി. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ എല്ലാവർക്കും? നമ്പേഴ്സിന് ക്വസ്റ്റ്യൻ വരാം, നിങ്ങൾക്ക് ജസ്റ്റ് ഡിവൈഡ് ചെയ്ത് പഠിച്ചാൽ മതിയല്ലോ. സിമ്പിൾ അല്ലേ അത്? അച്ചീവ്മെന്റ് കാറ്റഗറി, എക്സലൻസ് കാറ്റഗറി 60, 30 എണ്ണം. 459 കമ്മിറ്റ്മെന്റ് കാറ്റഗറി, നിർബന്ധമായി അല്ലെ അന്തിമ മൂല്യനിർണ്ണയ സമയത്ത് വിലയിരുത്തേണ്ടത്. പിന്നെ 102 എണ്ണം കോർ കാറ്റഗറി.
ഈ പാരഗ്രാഫ് ക്ലിയർ ആയോ എല്ലാവർക്കും? ഇപ്പൊ മിസ് എടുത്തത് ക്ലിയർ ആയോ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. നമ്മ 100 സ്റ്റാൻഡേർഡുകൾ ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ നാബിന്റെ ഗൈഡ് ബുക്കില്. 100 സ്റ്റാൻഡേർഡുകൾ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് 10 എണ്ണമാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് നാബ് സ്റ്റാൻഡേർഡ്സിൽ പേഷ്യൻസ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സുകളുണ്ട്, ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡുകളുണ്ട്. അതില് പേഷ്യൻസ് സെന്റേർഡിൽ 5 എണ്ണവും ഓർഗനൈസേഷൻ സെന്റേർഡിൽ 5 എണ്ണം വെച്ച് പഠിക്കാനുള്ളൂ കേട്ടോ. അപ്പൊ ഫസ്റ്റ് പേഷ്യൻസ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സിൽ അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ അല്ലെ, AAC എന്ന് വെച്ചാൽ എന്താണ്? അസസ് ചെയ്യുക ഒരു പേഷ്യൻസിനെ ഹോസ്പിറ്റലില് അഡ്മിറ്റ് ആക്കിയത് മുതൽ അല്ലെ ഡിസ്ചാർജ് ചെയ്യുന്നത് വരെയുള്ള കാര്യങ്ങൾ അതെന്ത് ചെയ്യുക? അസസ് ചെയ്യുക. അസസ്മെന്റ് വിലയിരുത്തുക, അത് ലഭ്യമാക്കുക, വിലയിരുത്തുക. കണ്ടിന്യൂറ്റി കെയർ അല്ലെ, പേഷ്യൻസിന് കണ്ടിന്യൂറ്റി ആയിട്ട് അവിടെ അഡ്മിറ്റ് ആക്കി ഡിസ്ചാർജ് ചെയ്ത് പോകുന്നത് വരെയും അവർ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് കൊടുക്കുക? അവർക്ക് കെയർ, പരിചരണം നൽകുക. അതാണ് AAC. നെക്സ്റ്റ് കെയർ ഓഫ് പേഷ്യൻസ് എന്താണ്? പേഷ്യൻസിന് നല്ല കെയർ കൊടുക്കുക അല്ലെ. അപ്പൊ അതെന്താണ്? COP, കെയർ ഓഫ് പേഷ്യൻസ്. നെക്സ്റ്റ് മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻ എന്താണ്? മെഡിക്കേഷൻ കൊടുക്കുക അല്ലെ, മരുന്നുകൾ നല്ല രീതിയിൽ പേഷ്യൻസിന് കറക്റ്റ് ടൈമില് കറക്റ്റ് ഡോസിൽ കറക്റ്റ് അളവിൽ എന്ത് കൊടുക്കുക? മരുന്നുകൾ, മെഡിക്കേഷൻ ലഭ്യമാക്കുക. നെക്സ്റ്റ് പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷൻ. പേഷ്യൻസിന് റൈറ്റ്സുകൾ ഉണ്ടോ? ഹോസ്പിറ്റലിലെ പേഷ്യൻസിന് അവകാശങ്ങൾ ഉണ്ടോ? ഉണ്ട് അല്ലെ. അപ്പൊ ആ പേഷ്യൻസിന്റെ റൈറ്റ്സും എഡ്യൂക്കേഷനും നൽകുക. ഇപ്പൊ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് അവർക്ക് പലതും അറിയാനുണ്ടാവും അല്ലെ. മെഡിസിനുമായി ബന്ധപ്പെട്ട് അവർക്ക് അറിയാനുണ്ടാവും, അവരുടെ ടെസ്റ്റുകളുമായി ബന്ധപ്പെട്ട് അവർക്ക് പല കാര്യങ്ങൾ അറിയാനുണ്ടാവും അല്ലെ. വിവരങ്ങൾ, ഇൻഫർമേഷൻസ് അറിയാനുണ്ടാവും. അപ്പൊ അതാണ് പേഷ്യൻസിന്റെ അവകാശങ്ങളും അവരുടെ എഡ്യൂക്കേഷനും ലഭ്യമാക്കി കൊടുക്കുക. നെക്സ്റ്റ് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ, HA അല്ലെ. ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആക്കി കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറഞ്ഞു? ചില ആളുകൾക്ക് എന്ത് വരാം? ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻസ് വരാന്നല്ലേ. എന്താണ്? പേഷ്യൻസിനെ അങ്ങനെ ഇൻഫെക്ഷൻസ് ഒന്നും വരാത്ത രീതിയിൽ അവരെന്ത് ചെയ്യുക? പ്രൊട്ടക്ട് ചെയ്യുക അല്ലെ, സുരക്ഷിതത്വം നൽകുക. പേഷ്യൻസ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ് മനസ്സിലായോ? assessment and continuity of care of patients, management of medication, patient rights and education, PRE, hospital infection control, HIC. Next, organization centered standards. Organization centered ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്, ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടുള്ള ഹോസ്പിറ്റൽ കേന്ദ്രീകൃതമായ സ്റ്റാൻഡേർഡ്സുകൾ ഏതൊക്കെയാണ്? പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് അല്ലെ, പേഷ്യൻസിന്റെ സേഫ്റ്റി ഉറപ്പാക്കുക. വേണ്ടേ? പേഷ്യൻസിന്റെ സേഫ്റ്റി, സുരക്ഷിതത്വം മാനേജ്മെന്റ് ഉറപ്പാക്കണ്ടേ? പേഷ്യന്റിന്റെ സുരക്ഷിതത്വം. ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് അല്ലെ, ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യണം അല്ലെ. നമ്മ പറഞ്ഞു ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് എന്താണ്? അവിടെ നടത്തുന്ന സർവീസുകൾ ആയിക്കോട്ടെ, ഫെസിലിറ്റീസ് ആയിക്കോട്ടെ, എന്താണ്? അവര് പലപ്പോഴായി അല്ലെ ഫ്രീക്വന്റ്ലി അസസ് ചെയ്തിട്ട് അത് എന്ത് ചെയ്യുക? ഇംപ്രൂവ്മെന്റ് ചെയ്യുക അല്ലെ, വർദ്ധിപ്പിക്കുക. Patient safety and quality improvement, PSQ. Next, responsibility of management. മാനേജ്മെന്റിന് ഉത്തരവാദിത്തങ്ങളുണ്ടോ? അപ്പൊ റെസ്പോൺസിബിലിറ്റീസ്, മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്തങ്ങൾ അല്ലെ. ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ ചെയ്യുക, പേഷ്യൻസിന് നല്ല കെയർസ് കൊടുക്കുക അല്ലെ, അവർക്ക് വേണ്ട ഫെസിലിറ്റീസ് ലഭ്യമാക്കി കൊടുക്കുക അല്ലെ. അപ്പൊ എന്താണ്? പേഷ്യൻസിന്റെ മാനേജ്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റീസ്, ഉത്തരവാദിത്തങ്ങൾ അവർ നല്ല രീതിയിൽ ക്വാളിറ്റി ഉള്ളതായി ഉറപ്പാക്കുക. നെക്സ്റ്റ്, ഫെസിലിറ്റി മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി. എന്താണ്? മാനേജ്മെന്റ് ഫെസിലിറ്റീസ് അല്ലെ, ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഫെസിലിറ്റീസ്, സൗകര്യങ്ങൾ ഒരുക്കുക. പിന്നെ എന്താണ്? സേഫ്റ്റി ഉറപ്പാക്കുക അല്ലെ, സുരക്ഷിതത്വം ഉറപ്പാക്കുക. നെക്സ്റ്റ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. നിങ്ങൾക്ക് അത് ചാപ്റ്റർ ഇല്ലേ? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഉണ്ടാവും. അതിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് കേട്ടാ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. നെക്സ്റ്റ്, ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം. എന്താണ്? ഹോസ്പിറ്റലിലെ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം നല്ല രീതിയിൽ കറക്റ്റ് ആക്കുക. അത് പഠിക്കാനുണ്ട് കേട്ടോ, ഒരു ചാപ്റ്റർ. ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം, IMS. ക്ലിയർ ആയോ? അത്
നെക്സ്റ്റ് നാബ് ഡോക്യുമെന്റ്സ് റിക്വയർമെന്റ്സ്. നാബിന്റെ അക്രീഡിയേഷൻ കിട്ടുന്നതിന് വേണ്ടി, അംഗീകാരം ലഭിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ ഡോക്യുമെന്റേഷൻ ആണ് ആവശ്യമായിട്ടുള്ളത്? എന്തൊക്കെയാണ്? മാനുവൽ ആവശ്യമായിട്ടുണ്ട്, ലഘുഗ്രന്ഥം അല്ലെ. മാനുവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വാളിറ്റി, സേഫ്റ്റി ആൻഡ് ഇൻഫെക്ഷൻ കൺട്രോളുമായി ബന്ധപ്പെട്ട 3 മാനുവൽ ആണ് വേണ്ടത്. ഏതൊക്കെയാണ്? ക്വാളിറ്റിയുമായി, ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട, ഹോസ്പിറ്റലിന്റെ സുരക്ഷിതത്വവുമായി, സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട, ഇൻഫെക്ഷൻ കൺട്രോളുമായി ബന്ധപ്പെട്ട 3 കാര്യങ്ങൾ, 3 മാനുവൽ വേണം. മാനുവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിനാവശ്യമായ ഇൻസ്ട്രക്ഷൻസ് അല്ലെ, നിർദ്ദേശങ്ങളും ഇൻഫോർമേഷൻസ് ഒക്കെ എഴുതി തയ്യാറാക്കുന്ന ഒരു ലഘുഗ്രന്ഥത്തെയാണ് മാനുവൽ എന്ന് പറയുന്നത്. നമ്മ മാനുവൽ കണ്ടിട്ടില്ലേ? മാനുവൽ കണ്ടിട്ടുണ്ടോ? നമ്മ ഏതെങ്കിലും എക്യുപ്മെന്റ് വാങ്ങാം അല്ലെ, എന്തെങ്കിലും ഇലക്ട്രോണിക് സാധനങ്ങൾ വാങ്ങുമ്പോ നമുക്ക് കിട്ടാറില്ല മാനുവല്? അക്കൗണ്ട്സ് അല്ല, മാനുവൽ എന്ന് പറഞ്ഞാല് നിർദ്ദേശങ്ങളും ഇൻസ്ട്രക്ഷൻസും വിവരങ്ങളും എല്ലാം ഉൾപ്പെടുന്നില്ല. ഇപ്പൊ സേഫ്റ്റി എങ്ങനെയൊക്കെ ഉറപ്പാക്കണം, അതിനുവേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അല്ലെ. ഇപ്പൊ നമുക്ക് ഒരു എക്യുപ്മെന്റ് വാങ്ങുമ്പോ മാനുവൽ കിട്ടാറില്ലേ? കാറ്റലോഗ് അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാവുന്നത്, അതെങ്ങനെ പ്രവർത്തിപ്പിക്കണം അല്ലെ, അതിന്റെ ഫങ്ഷൻ എന്താണ് അല്ലെ, അതൊക്കെയല്ലേ മാനുവലില്. അതേപോലെ എന്താണ് ഹോസ്പിറ്റലിലെ സേഫ്റ്റിയുമാണ്. അക്കൗണ്ട്സ് ഉണ്ട്. ഇപ്പൊ നമുക്ക് ഇതിൽ പറഞ്ഞിരിക്കുന്നത് നാബിന്റെ ഡോക്യുമെന്റേഷൻ ആയി 3 മാനുവൽ ആണ് നിർബന്ധമായും മസ്റ്റ് ആയിട്ടും വേണ്ടത്. ഏതൊക്കെയാണ്? ക്വാളിറ്റി, സേഫ്റ്റി ആൻഡ് ഇൻഫെക്ഷൻ കൺട്രോൾ. These 3 manuals must be assessed and revised every year. ഈ 3 മാനുവലും, സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട മാനുവലും, ഇൻഫെക്ഷൻ കൺട്രോളുമായി ബന്ധപ്പെട്ട മാനുവലും, ഗുണനിലവാര ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട മാനുവലും എല്ലാ വർഷവും എന്ത് ചെയ്യുക? അസസ് ചെയ്യും, നിർബന്ധമായും വിലയിരുത്തുകയും ഓരോ വർഷം കൂടുമ്പോൾ എന്ത് ചെയ്യുക? റിവൈസ് ചെയ്യുക അല്ലെ. പുതുതായി എന്തെങ്കിലും അഡീഷണൽ ആഡ് ചെയ്യാനുണ്ടോ അല്ലെ? ചിലപ്പോ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് ആഡ് ഉണ്ടാവോ? ചിലപ്പോ എന്താ പുതിയ എന്തെങ്കിലും സേഫ്റ്റി മെഷേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ടാവാം അല്ലെ ഹോസ്പിറ്റലില്. അപ്പൊ അതൊക്കെ ആഡ് ചെയ്യണ്ടേ? സേഫ്റ്റി മെഷേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ടാവാം, അതല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും എക്യുപ്മെന്റ് കൊണ്ടുവന്നിട്ടുണ്ടാവാം, അതല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും സർവീസുകൾ ആഡ് ചെയ്തിട്ടുണ്ടാവാം അല്ലെ. ഉണ്ടാവോ? അപ്പൊ അങ്ങനെയുള്ള കാര്യം എന്താണ്? റിവൈസ് ചെയ്യുക എവറി ഇയർ. ഓരോ വർഷം കൂടുമ്പോഴും ഈ മാനുവൽ എന്ത് ചെയ്യണം? റിവൈസ് ചെയ്യണം. ക്ലിയർ ആയോ? മാനുവൽ ക്ലിയർ ആയോ? നെക്സ്റ്റ് കമ്മിറ്റി. ഏതൊക്കെ കമ്മിറ്റിയാണ് ഹോസ്പിറ്റലിൽ വേണ്ടത്? ഏതൊക്കെ കമ്മിറ്റിയാണ്? നമ്മൾ തന്നെ ഇപ്പൊ കുറെ കമ്മിറ്റികളായി പഠിക്കുന്നത്. നിങ്ങൾ പറഞ്ഞേ, ടെക്സ്റ്റ് നോക്കാണ്ട്, PDF നോക്കാണ്ട് പറഞ്ഞേ. നമ്മ ഓരോ ചാപ്റ്റേഴ്സിൽ ഇപ്പൊ കമ്മിറ്റികൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഓരോരുത്തർ പോയണേ കമ്മിറ്റി വെച്ചപ്പോ. ഏതൊക്കെ കമ്മിറ്റി? ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. പിന്നെ ഏതാണ്? ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി. പറ നെക്സ്റ്റ്. സേഫ്റ്റി, ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി കമ്മിറ്റി. നെക്സ്റ്റ് എന്താണ്? വേറെ ഒരു ചാപ്റ്റർ മിസ് എടുത്ത ആ ചാപ്റ്ററിൽ മാത്രം പഠിച്ചിട്ടുള്ളോ? വേറെ ചാപ്റ്ററിലൊന്നും പഠിച്ചിട്ടില്ല? എന്താണെന്നും പറയാത്തെ? ബ്ലഡ് ഇതിൽ പഠിച്ചിട്ടില്ലേ? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കമ്മിറ്റി പഠിച്ചിട്ടില്ല? പിന്നെ എന്താ പറയാത്തെ? വേസ്റ്റ് മാനേജ്മെന്റ് കമ്മിറ്റി അല്ലെ. മെഡിക്കൽ റെക്കോർഡുമായി ബന്ധപ്പെട്ട് പഠിച്ചോ? മെഡിക്കൽ റെക്കോർഡ് എടുത്തോ നിങ്ങൾക്ക്? അതിലുണ്ടല്ലേ. ഓക്കെ നോക്കിയേ. ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി ഉണ്ടായിരിക്കും. ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി കമ്മിറ്റി എന്താണ്? ഗുണനിലവാരവും സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി കമ്മിറ്റി ഉണ്ടായിരിക്കും. ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക്, ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. നെക്സ്റ്റ് കോഡ് ബ്ലൂ കമ്മിറ്റി ഉണ്ടാകും. കോഡ് ബ്ലൂ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് കോഡ് ബ്ലൂ കമ്മിറ്റി ഉണ്ടായിരിക്കും. നെക്സ്റ്റ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കമ്മിറ്റി. ബ്ലഡുകൾ അല്ലെ ട്രാൻസ്ഫ്യൂഷൻ മാറ്റുന്നതിന് വേണ്ടി, ബ്ലഡ് ബാങ്ക് അല്ലെ, ബ്ലഡുകൾ സ്റ്റോക്ക് ചെയ്യുന്നതിന് വേണ്ടി അങ്ങനെയുള്ള കമ്മിറ്റീസ് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് മെഡിക്കൽ റെക്കോർഡ് റിവ്യൂസ് കമ്മിറ്റി. മെഡിക്കൽ റെക്കോർഡുകൾ റിവ്യൂ ചെയ്യുന്നതിന് വേണ്ടിയുള്ള കമ്മിറ്റി ഉണ്ടായിരിക്കും. നെക്സ്റ്റ് ഡിസിപ്ലിനറി ആൻഡ് ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് കമ്മിറ്റി. എന്താണ് ഡിസിപ്ലിനറി? ഹോസ്പിറ്റലിലെ
അച്ചടക്കം, ഡിസിപ്ലിനറിയും ഗ്രീവൻസ് അല്ലെ, പരാതികള് പേഷ്യൻസിന്റെ ആവാം, സ്റ്റാഫുകളെ ആവാം അല്ലെ, പരാതികള് കൈകാര്യം ഹാൻഡിൽ ചെയ്യുന്നതിനുള്ള കമ്മിറ്റി ഉണ്ടായിരിക്കും. നെക്സ്റ്റ് ഇന്റേണൽ കംപ്ലൈന്റ്സ് കമ്മിറ്റി. ഇന്റേണൽ കംപ്ലൈന്റ്സ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ആ കമ്മിറ്റി ഹോസ്പിറ്റലിൽ മാത്രമല്ല മിക്ക വർക്ക് പ്ലേസിലും ഉണ്ടാകും, കമ്പനികളിലൊക്കെ ഉണ്ടാവുന്ന കമ്മിറ്റിയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാമോ അതിനെ കുറിച്ച്, ആ കമ്മിറ്റിനെ കുറിച്ച്? നിങ്ങളിൽ മിക്കവരും വർക്ക് ചെയ്യുന്നതല്ലേ, ആർക്കെങ്കിലും അറിയോ ഇന്റേണൽ കംപ്ലൈന്റ്സ് കമ്മിറ്റി? അറിയോ? ഇല്ല. എന്നുവെച്ചാല് നമുക്ക് വർക്ക് പ്ലേസുകളിൽ അല്ലെ, സാധാരണ എന്താണ് വർക്ക് പ്ലേസിൽ എങ്ങനെയാണ്, മെയിൽ ആൻഡ് ഫീമെയിൽ ഉണ്ട് അല്ലെ, ഉണ്ടാവാറില്ലേ? രണ്ടുപേരുണ്ടാവാറുണ്ട്. അപ്പൊ അവിടെ എന്തൊക്കെ ഇതുകൾ നടക്കാം? സെക്ഷൽ ഹരാസ്മെന്റ് നടക്കാം അല്ലെ, അതല്ലെങ്കിൽ അതർ ഫോംസ് ഓഫ് ഡിസ്ക്രിമിനേഷൻ, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവാറുണ്ടോ? ലിംഗ അസമത്വം, വേർതിരിവ് ഉണ്ടാവാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കംപ്ലൈന്റ്സുകളൊക്കെ രജിസ്റ്റർ ചെയ്യാനാണ് ഇന്റേണൽ കംപ്ലൈന്റ്സ് കമ്മിറ്റി. ക്ലിയർ ആയോ? ഓക്കെ. എന്താണ് സെക്ഷൽ ഹരാസ്മെന്റ്, അതേപോലുള്ള ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, അങ്ങനെ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കംപ്ലൈന്റ്സുകൾ ഉണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യാനാണ് ഇന്റേണൽ കംപ്ലൈന്റ്സ് കമ്മിറ്റി. ഇതെല്ലായിടത്തും ആവശ്യമുള്ള സാധനമാണ് അല്ലെ ഈ കമ്മിറ്റി. ഈ ഭാഗം ക്ലിയർ ആയോ? കമ്മിറ്റീസ് മാനുവൽ ഒക്കെ ക്ലിയർ ആയോ എല്ലാവർക്കും? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് കേട്ടാ. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു കീ പെർഫോമൻസ് പറഞ്ഞില്ല, അപ്പൊ മിസ് പറഞ്ഞില്ലേ നിങ്ങൾക്ക് കീ പെർഫോമൻസ് പഠിക്കാനുണ്ടെന്ന്, 32 എണ്ണം പഠിക്കാനുണ്ട്. അതാണ് ഇനി നെക്സ്റ്റ് ഉള്ളത്. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് 32 മാൻഡേറ്റഡ് ബൈ നാബ്. എന്താണ് 32 നിർബന്ധമായ കീ പെർഫോമൻസ്, നാബ് 32 കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ആണ് പറയുന്നത്. അതെയാ, ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സൂചകങ്ങൾ കേട്ടാ, സൂചകങ്ങൾ. ഫസ്റ്റ് വൺ, ടൈം ടേക്കൺ ഫോർ ഇനീഷ്യൽ അസസ്മെന്റ് ഓഫ് ഇൻഡോർ പേഷ്യൻസ്. ഇൻഡോർ പേഷ്യൻസ് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റില് ഇനീഷ്യൽ അസസ്മെന്റ് നടത്തുന്നതിനായിട്ട് അല്ലെ, ഇനീഷ്യൽ അസസ്മെന്റ് എന്ന് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, ഓർമ്മയുണ്ടോ? പ്രാഥമിക വിലയിരുത്തൽ. ഓർമ്മയുണ്ടോ എല്ലാവർക്കും? എന്താണ് ഒരു രോഗി ഡോക്ടറെ അടുത്ത് വന്നു കഴിഞ്ഞാൽ പ്രാഥമികമായിട്ട് വിലയിരുത്തും അല്ലെ, എന്താണ് എന്ത് അസുഖമാണ്, മുമ്പ് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടോ അല്ലെ, എന്താണ് മരുന്നുകൾ എന്തെങ്കിലും കഴിക്കുന്നതാണോ അല്ലെ, കണ്ടിന്യൂസ് മരുന്നുകൾ എന്തെങ്കിലും കഴിക്കുന്നതാണോ, ഷുഗർ ഉണ്ടോ, BP ഉണ്ടോ അല്ലെ, ഒരു പ്രാഥമിക വിലയിരുത്തൽ നടത്തും. അങ്ങനെയുള്ള ഇനീഷ്യൽ അസസ്മെന്റിന് എത്ര സമയം എടുത്തു? നാബ് അക്രീഡിയേഷൻ കൊടുക്കുന്നതിന് വേണ്ടി ചെക്ക് ചെയ്യുന്ന കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ആണ് കേട്ടാ. എന്താണ്? ടൈം ടേക്കൺ ഫോർ ഇനീഷ്യൽ അസസ്മെന്റ് ഓഫ് ഇൻഡോർ പേഷ്യൻസ്. ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റില് പ്രാഥമിക വിലയിരുത്തൽ നടത്തുന്നതിന് വേണ്ടി എത്ര സമയമെടുത്തു? ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ്, ഒരു പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്യുന്നതിന് വേണ്ടി എത്ര ടൈം എടുത്തു? ഇൻസിഡൻസ് ഓഫ് ഹോസ്പിറ്റൽ കണക്റ്റഡ് പ്രഷർ അൾസേഴ്സ് ആഫ്റ്റർ അഡ്മിഷൻ. എന്താണ് അൾസേഴ്സുമായി ബന്ധപ്പെട്ട്? പ്രഷർ അൾസേഴ്സ് എന്ന് പറഞ്ഞാല് ബെഡ് സോർ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ബെഡ് സോർ എന്താണ്? ബെഡ് സോർ കുറച്ച് നാളല്ലേ, കുറച്ച് ദിവസം നമ്മൾ ബെഡുമ്മ കിടന്നുകഴിയുമ്പോൾ എന്ത് ചെയ്യും? തുടർച്ചയായി ബെഡുമ്മ കിടക്കുമ്പോ നമ്മുടെ സ്കിന്നൊക്കെ പൊട്ടൊക്കെ ചെയ്യില്ലേ, പഴുക്കും, ഇൻഫെക്ഷൻ വരില്ലേ, അതിനെയാണ് പ്രഷർ അൾസേഴ്സ് ആഫ്റ്റർ അഡ്മിഷൻ. എന്താണ്? അഡ്മിഷൻ ആയതിനു ശേഷം എത്ര പേർക്ക് പ്രഷർ അൾസർ വന്നിട്ടുണ്ട് ഹോസ്പിറ്റൽ കണക്റ്റഡ്, ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട്. നെക്സ്റ്റ്, നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറർ പെർ 1000 ഇൻവെസ്റ്റിഗേഷൻ. 1000 ഇൻവെസ്റ്റിഗേഷൻ നടത്തുമ്പോൾ എത്ര എറർ, എത്ര തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്, അതിന്റെ നമ്പർ. ഇതൊക്കെ നോക്കിയിട്ടാണ് നാബ് അക്രീഡിയേഷൻ കൊടുക്കുന്നത്. അപ്പൊ അവരെന്ത് ചെയ്യും? ഇതൊക്കെ ഇൻസിഡന്റ് റിപ്പോർട്ടിൽ എഴുതി വെക്കൂലെ, ഇങ്ങനെ എന്തെങ്കിലും എററുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എഴുതി വെക്കോ? ഹോസ്പിറ്റലുകാര് എഴുതി വെക്കും. അപ്പൊ അവരതൊക്കെ
ചെക്ക് ചെയ്യും. എന്താണ് നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറർ പെർ 1000 ഇൻവെസ്റ്റിഗേഷൻ, 1000 അന്വേഷണങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ നടന്നപ്പോൾ എത്ര എറർ സംഭവിച്ചിട്ടുണ്ട്, എത്ര നമ്പേഴ്സ് ഓഫ് എറർ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് നമ്പർ ഓഫ് വേരിയേഷൻ ഒബ്സർവ്ഡ് ഇൻ മോക്ക് ഡ്രിൽസ്. മോക്ക് ഡ്രിൽസുകൾ മിസ് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് അല്ലെ, ഡിസാസ്റ്റർ മാനുവലിൽ വന്നല്ലോ, സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട മോക്ക് ഡ്രില്ലുകൾ നടത്താറുണ്ട്, കോഡ് ബ്ലൂ റിലേറ്റഡ് മോക്ക് ഡ്രില്ലുകൾ നടത്താറുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഒബ്സർവ് ചെയ്യ എത്ര വേരിയേഷൻ സംഭവിച്ചു എന്നുള്ള കാര്യം നോക്കും. നെക്സ്റ്റ് പെർസെന്റേജ് ഓഫ് adherence to safety precaution by staff working in diagnostic. എന്താണ് ഡയഗ്നോസ്റ്റിക്കിന്റെ സമയം, രോഗനിർണയം നടത്തുന്ന സമയത്ത് എന്താണ് സ്റ്റാഫുകൾ എന്ത് ചെയ്യണം, സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കണം. സേഫ്റ്റി പ്രിക്കോഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, PPE കിറ്റ് ധരിക്കുക അല്ലെ, മാസ്ക് ധരിക്കുക, ഗ്ലൗസ് ധരിക്കുക, ഹാൻഡ് വാഷ് ചെയ്യുക അല്ലെ. അപ്പൊ അതിന്റെ പെർസെന്റേജ്, അത് എത്ര പേര് കറക്റ്റ് രീതിയിൽ ചെയ്തിട്ടുണ്ട്, എത്ര പേര് റോങ് ആയിട്ട് ചെയ്തിട്ടുണ്ട്, അതിന്റെ പെർസെന്റേജ്. നെക്സ്റ്റ് പെർസെന്റേജ് ഓഫ് മെഡിക്കേഷൻ ചാർജ് വിത്ത് എറർ ഫ്രോൺ അബ്രിവേഷൻ. നമ്മ ഈ ഹോസ്പിറ്റലുകളില് ഡോക്ടേഴ്സ് ഒക്കെ മെഡിക്കേഷൻ ചാർട്ട് എഴുതുമല്ലോ, പ്രിസ്ക്രിപ്ഷൻ ചിട്ട് എഴുതൂലേ, അതിൽ അവർ അബ്രിവേഷൻ എഴുതും, കണ്ടിട്ടുണ്ടത്. പാരസെറ്റാമോളിന് അവർ ഷോർട്ട് ആക്കി എഴുതും, ആ പേര് ഷോർട്ട് ആക്കി എഴുതും. അപ്പൊ ആ അബ്രിവേഷൻ എഴുതുന്ന സമയത്ത് എന്തെങ്കിലും എറർ, എത്ര എറർ സംഭവിച്ചിട്ടുണ്ട്, എത്ര മെഡിക്കേഷൻ ചാർട്ടില്, പ്രിസ്ക്രിപ്ഷൻ ചാർട്ടില് എറർ സംഭവിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് പെർസെന്റേജ് ഓഫ് ഇൻപേഷ്യന്റ് ഡെവലപ്പിംഗ് അൺഫേവറബിൾ ഡ്രഗ് റിയാക്ഷൻ. എന്താണ് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ, അതായത് പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കി കഴിഞ്ഞിട്ട് ഇൻപേഷ്യന്റ് സെക്ഷനിൽ എത്ര പേർക്ക് അൺഫേവറബിൾ ആയിട്ടുള്ള ഡ്രഗ് റിയാക്ഷൻ സംഭവിച്ചിട്ടുണ്ട്, അലർജീസോ അതല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ സംഭവിച്ചിട്ടുണ്ടോ, അങ്ങനെയുള്ള പെർസെന്റേജ്. നെക്സ്റ്റ് പെർസെന്റേജ് ഓഫ് അൺപ്ലാനഡ് റിട്ടേൺ ടു OT, ഓപ്പറേഷൻ തിയേറ്റേഴ്സിൽ റിട്ടേൺ ചെയ്യാന്ന് പറഞ്ഞാൽ അൺപ്ലാനഡ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു സർജറി കഴിഞ്ഞു, ചിലപ്പോ എന്ത് ചെയ്യാം, സർജറി കഴിഞ്ഞ് അവിടുന്ന് പോയതിനു ശേഷം അവർക്ക് ചിലപ്പോ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ വരാം അല്ലെ, അതല്ലെങ്കിൽ എന്ത് വരാം, അവർക്ക് വേദന വരാം ഇല്ലേ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അവരെന്ത് ചെയ്യാം, വീണ്ടും വരിക, റിട്ടേൺ ചെയ്യാം. അതിനെയാണ് പെർസെന്റേജ്. അത് പ്ലാൻ ചെയ്യാണ്ട് വരുന്നതല്ലേ, സർജറി കഴിഞ്ഞവര് ഒരുവിധം ഓക്കെ ആയിട്ടായിരിക്കും അല്ലെ പോകുന്നത്. അപ്പൊ അത് റിട്ടേൺ അൺപ്ലാൻ ആയിട്ട് പ്ലാൻ ചെയ്യാണ്ട് വരുന്നതാണ്. അപ്പൊ അൺപ്ലാനഡ് റിട്ടേൺ ടു OT. നെക്സ്റ്റ് പെർസെന്റേജ് ഓഫ് നിയർ മിസ്സസ്. നിയർ മിസ്സസ് എന്ന് പറഞ്ഞാല് അപ്പൊ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്നൊക്കെ പറയില്ലേ, അതേപോലെ എന്തെങ്കിലും കേസ്. ഇപ്പൊ എന്താണ്, ഒരു നമുക്ക് ഫാർമസിയിൽ നിന്ന് ഒരു ഫാർമസിസ്റ്റ് മരുന്ന് എടുത്തു തരാണ്. അപ്പൊ അവര് പ്രിസ്ക്രിപ്ഷൻ ചീട്ട് നോക്കി മരുന്ന് എടുത്തു തന്നിട്ട് നമ്മുടെ കയ്യിലേക്ക് തരുന്നതിന് മുമ്പ് അവർ ഐഡന്റിഫൈ ചെയ്യാണ്, എന്താണ് മരുന്ന് റോങ് ആയിട്ടുള്ള മരുന്നാണ് നമുക്ക് തന്നത്, തരാൻ പോകുന്നത് അവരെന്ത് ചെയ്യും, അത് തിരിച്ചെടുക്കൂ അല്ലെ. അവര് തരാൻ പോകുന്ന മെഡിസിന് തിരിച്ചെടുത്തിട്ട് അവരെന്ത് ചെയ്യും, കറക്റ്റ് മെഡിസിൻ തരും, ആണോ. അപ്പൊ എന്താ, നമ്മൊരു തലനാരി ചിലപ്പോ അത് നമുക്ക് തരാണെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് റിസ്ക് സംഭവിക്കാം അല്ലെ, അപകടം സംഭവിക്കാം. അപ്പൊ അങ്ങനെയുള്ള തലനാരിഴയ്ക്ക് രക്ഷപ്പെടുക. അതല്ലെങ്കിൽ എന്തെങ്കിലും ഓപ്പറേഷൻ, നമ്മുടെ കൈയിന്റെ റിസ്റ്റിനായിരുന്നു ഓപ്പറേഷൻ ചെയ്യേണ്ടത്, പക്ഷെ ഡോക്ടർ സർജറിക്ക് വേണ്ടി ഡോക്ടർ നമ്മുടെ ഷോൾഡർ സർജറി ചെയ്യാൻ പോവുകയാണ്. പെട്ടെന്ന് അനസ്തേഷ്യ ഡോക്ടർ അല്ലെങ്കിൽ സർജറി ചെയ്യുന്ന ആ റൂമിലുള്ള ആരെങ്കിലും, ഇപ്പൊ സിസ്റ്ററിന്റെ ആവാം, ആരെങ്കിലും കണ്ണിൽ പറ്റിട്ട് അവര് ഡോക്ടറുടെ ഐഡന്റിഫൈ ചെയ്ത് കൊടുക്കാണ്, എന്താണ് മാറിപ്പോയി, ഇന്ന ഭാഗത്താണ് സർജറി ചെയ്യേണ്ടതെന്ന് പറയാം. അപ്പൊ ആ പേഷ്യൻസ് എന്താണ്, തലനാരിഴയ്ക്ക് രക്ഷപ്പെടാണ് അല്ലെ. അങ്ങനെയുള്ള കേസുകൾ എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? അപ്പൊ അതിന്റെ പെർസെന്റേജ്, നിയർ മിസ്സസ്, തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട കേസുകൾ എത്ര എണ്ണമുണ്ട്, പെർസെന്റേജ് നോക്കുക. ക്ലിയർ ആയോ? ക്ലിയർ ആണോ മിസ് പറയുന്നത് ഓരോന്നും? റിപ്പോർട്ട് ചെയ്യണതൊക്കെ. പക്ഷെ അത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇപ്പൊ സർജറി കഴിഞ്ഞു നമ്മ മിക്കവാറും കേട്ടിട്ടില്ല അങ്ങനത്തെ കാര്യങ്ങള്. തലക്ക് ഓപ്പറേഷൻ ചെയ്യേണ്ടതിന് വയറിന് ഓപ്പറേഷൻ ചെയ്യാ അല്ലെ.
അപ്പൊ അങ്ങനെയുള്ള കേസുകൾ എന്തൊക്കെയും വന്നിട്ടുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യുക. അതൊക്കെ എത്ര പെർസെന്റേജ് ഉണ്ട്? നെക്സ്റ്റ്, പെർസെന്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് ഹാവിംഗ് ഇംപെർഫെക്റ്റ് ഓർ ഇംപ്രോപ്പർ കൺസേൺ. എന്താണ്? മെഡിക്കൽ റെക്കോർഡ്സുകൾ തയ്യാറാക്കുമ്പോൾ ഇംപെർഫെക്റ്റ് ആയിട്ട്, നല്ല രീതിയിലല്ലാതെ ഇംപ്രോപ്പർ ആയിട്ട് എത്ര എണ്ണം എഴുതിയിട്ടുണ്ട്, അതിന്റെ പെർസെന്റേജ്. നെക്സ്റ്റ്, പെർസെന്റേജ് ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ. ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാല് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യാലോ, ഡോണർ അല്ലെ, ഡോണറും റെസിപ്പിയന്റും. ബ്ലഡ് ബാങ്കിൽ പഠിച്ചിട്ടില്ലേ? ഡോണർ റെസിപ്പിയന്റ് ഒക്കെ സ്വീകരിക്കുന്ന ആളും കൊടുക്കുന്ന ആളും അല്ലെ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും വരുമ്പോ അപ്പൊ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട്. ചിലപ്പോ എന്താണ്, കറക്റ്റ് രീതിയിൽ ഡോണർ കൊടുക്കുന്ന ആളുടെ ഡോണറുടെ പരിശോധിച്ചില്ലെങ്കിൽ എന്താണ്, സ്വീകരിക്കുന്ന ആൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരാം അല്ലെ. ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അല്ലെ, വേറെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വന്നൂടെ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതിന്റെ പെർസെന്റേജ് നോക്കുക. നെക്സ്റ്റ്, പെർസെന്റേജ് ഓഫ് കേസസ് ഹു റിസീവ്ഡ് suitable prophylactic antibiotics വിത്ത് ദ സ്പെസിഫിക് ടൈം ഫ്രെയിം. എന്ന് വെച്ചാല് ആന്റിബയോട്ടിക്സുകൾ കൊടുക്കാൻ ഒരു ടൈം ഫ്രെയിം ഉണ്ട് അല്ലെ. 3 ദിവസം, 5 ദിവസം, 7 ദിവസം അങ്ങനെയല്ല ആന്റിബയോട്ടിക്സുകൾ കൊടുക്കുക. ഒരു ടൈം ഫ്രെയിം ഇല്ലേ ഇതിന്? അങ്ങനെ ആ ടൈം ഫ്രെയിമുകളുണ്ട് കറക്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ടോ? കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, ആ പേഷ്യൻസ് റിക്കവർ ആവുന്നുണ്ടോ അല്ലെ, ഓക്കെ, ഹെൽത്ത് കണ്ടീഷൻ ഓക്കെ ആവുന്നുണ്ടോ, അതിന്റെ പെർസെന്റേജ് നോക്കുക. ക്ലിയർ ആയോ? ഇത് ഓരോ ടൈം ഫ്രെയിമിന്റെ ഉള്ളില് ആന്റിബയോട്ടിക്സുകൾ കറക്റ്റ് ആയി കൊടുക്കുന്നുണ്ടോ? അത് എന്താണ്, കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, അവര് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കറക്റ്റ് രീതിയിൽ അത് എഫക്ട് ചെയ്യുന്നുണ്ടോ, അതിന്റെ പെർസെന്റേജ്. നെക്സ്റ്റ്, പെർസെന്റേജ് ഓഫ് സർജറീസ് വെയർ the organization procedure to prevent hostile events like wrong site, wrong patients and wrong surgery have been adhered to. എന്താണ്, സർജറിയിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരിക അല്ലെ. റോങ് സൈറ്റ്, ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തലക്ക് ഓപ്പറേഷൻ ചെയ്യേണ്ടടുത്ത് വയറിന് ഓപ്പറേഷൻ ചെയ്യുക അല്ലെ. അങ്ങനെയുള്ള റോങ് സൈറ്റില്, റോങ് പേഷ്യന്റ് വേറെ പേഷ്യൻസിൽ ചെയ്യുക, ആൻഡ് റോങ് സർജറി വേറെ സർജറി ചെയ്യുക, അങ്ങനെയുള്ള എന്തെങ്കിലും നടന്നിട്ടുണ്ടോ, അതിന്റെ പെർസെന്റേജ്. നെക്സ്റ്റ്, മെഡിക്കേഷൻ എയർ, മരുന്നുകൾ മാറ്റി കൊടുക്കുക അല്ലെ, മെഡിക്കേഷൻ എയർ. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷനുകൾ, എന്താണ്, സർജറി നടന്ന ഭാഗത്ത് ഇൻഫെക്ഷൻ സംഭവിച്ചിട്ടുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ. നെക്സ്റ്റ്, സ്റ്റാൻഡേർഡൈസ്ഡ് മോർട്ടാലിറ്റി റേഷ്യോ ഇൻ ICU. ICUലെ ഡെത്ത് റേഷ്യോ, ICUൽ കിടന്നിട്ട് എത്ര പേര് മരിച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള റേഷ്യോ നോക്കുന്നുണ്ട്. റിട്ടേൺ ടു ദി എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വിത്തിൻ 72 hours വിത്ത് സിമിലർ പ്രസന്റിംഗ് കംപ്ലൈന്റ്സ്. എന്താണ്, ഒരു കംപ്ലൈന്റ് തന്നെയായിട്ട് അവരെന്താണ് 72 മണിക്കൂറിൽ മുമ്പ് തന്നെ വീണ്ടും കൊണ്ടുവരാം. ഒരു പേഷ്യൻസിന് അറ്റാക്ക് ആയിട്ട് അല്ലെങ്കിൽ ഹാർട്ട് റിലേറ്റഡ് അല്ലെങ്കിൽ അബ്ഡോമൻ പെയിൻ ആയിട്ട് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവന്നു, 72 മണിക്കൂർ ആവുന്നതിന് മുമ്പ് അയാൾ വീണ്ടും കൊണ്ടുവരാണ്. അങ്ങനെ എന്തെങ്കിലും കേസുകൾ ഉണ്ടെങ്കിൽ അതിന്റെ റിപ്പോർട്ടുകൾ, അത് എത്ര എണ്ണം ഉണ്ട്, അത് നോക്കും. ക്ലിയർ ആയോ? അത് നെക്സ്റ്റ്, കത്തീറ്റർ റിലേറ്റഡ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ റേറ്റ്. എന്താണ് കത്തീറ്റർ? യൂറിനറി, എന്താണ്, യൂറിൻ പോകുന്നതിന് വേണ്ടിയിട്ട് ട്യൂബുകളൊക്കെ ഇട്ടിട്ട് അവർക്ക് എത്ര പേർക്ക് യൂറിനറി കറക്റ്റ് രീതിയിലല്ല ചെയ്തിട്ട് എന്താണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരിക, അത് എത്ര റേറ്റ് ഉണ്ട്. വെന്റിലേറ്റർ റിലേറ്റഡ് ന്യൂമോണിയ റേറ്റ്, എന്താണ്, വെന്റിലേറ്റർ കടത്തിയിട്ട് എത്ര ന്യൂമോണിയ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സെൻട്രൽ ലൈൻ റിലേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ, എന്താണ്, രക്തപ്രവാഹത്തിലേക്ക് ഇൻഫെക്ഷൻ വരിക. ഇപ്പൊ നമുക്ക് എന്താണ്, മെഡിസിനിലെ വെയിനിലേക്ക് ചെയ്യാറുണ്ടോ, നേരിട്ട് വെയിനിലേക്ക് മെഡിസിൻ ചെയ്യാറുണ്ട് അല്ലെ. ബ്ലഡ് ടെസ്റ്റുകൾ എടുക്കാറുണ്ടോ, ഫ്ലൂയിഡുകൾ കയറ്റാറൊക്കെ ഉണ്ട് അല്ലെ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാല്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇൻഫെക്ഷൻ ബാധ ഉണ്ടാക്കുക. റോങ് രീതിയിലാണ്, ഹൈജീനിക് അല്ല, അതല്ലെങ്കിൽ ആരെങ്കിലും ഉപയോഗിച്ച് സിറിഞ്ചുകൾ യൂസ് ചെയ്യുക അല്ലെ. അങ്ങനെ എന്തെങ്കിലും റോങ് രീതിയിൽ ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇൻഫെക്ഷൻ നമ്മുടെ ബ്ലഡ് സ്ട്രീമില് രക്തപ്രവാഹത്തില് ഇൻഫെക്ഷൻ വരുന്നിട്ടുണ്ടെങ്കിൽ, ഇൻഫെക്ഷൻ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റേറ്റ് നോക്കും, ഇത്ര റേഷ്യോ ആണെന്ന് നോക്കും.
ഓക്കെ. നെക്സ്റ്റ് ഹാൻഡ് ഹൈജീൻ കംപ്ലൈൻസ് റേറ്റ്. എന്താണ് ഹാൻഡ് ഹൈജീനിക് അല്ലാണ്ട് അല്ലെ? നമ്മ HA പറഞ്ഞ് HA എടുത്തപ്പോ പറഞ്ഞല്ലോ ഹോസ്പിറ്റൽ എന്താണ് നല്ല രീതിയിൽ കൈ കഴുകണം അല്ലെ? ഓരോ പേഷ്യൻസിനെ തൊടുന്നതിന് മുമ്പും തൊട്ടതിന് ശേഷവും അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ബോഡി ഫ്ലൂയിഡ്സിലൊക്കെ തൊട്ട് കഴിഞ്ഞാൽ എന്താണ് കൈ കഴുകുക അല്ലെ? അങ്ങനെ ഹാൻഡ് ഹൈജീൻ ഇല്ലാതെ എത്ര കംപ്ലൈൻസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്? നെക്സ്റ്റ് പെർസെന്റേജ് ഓഫ് റീഷെഡ്യൂളിംഗ് സർജറീസ്. ഇപ്പൊ നമുക്ക് ഒരു പേഷ്യന്റ് ചെന്ന് കഴിഞ്ഞാല് ഭയങ്കര ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ളതാണെങ്കിൽ അവർക്ക് അപ്പൊ തന്നെ സർജറി ചെയ്യും അല്ലെ? അതല്ലെങ്കിൽ എന്ത് ചെയ്യും? അവർക്കൊരു ഡേറ്റ് കൊടുക്കും സർജറി ചെയ്യാനായിട്ട്. ഇന്ന ദിവസം വന്ന് അഡ്മിറ്റ് ആക്കുക, അപ്പൊ സർജറി ചെയ്യാന്ന് പറയും അല്ലെ? അങ്ങനെ റീഷെഡ്യൂൾ ചെയ്യുക. അവർക്ക് ഒരു ടൈം കൊടുത്തിട്ട് ആ സമയത്ത് വരുമ്പോ എന്താ വീണ്ടും റീഷെഡ്യൂൾ ചെയ്യുക, വീണ്ടും വേറൊരു ദിവസം കൊടുക്കുക. ക്ലിയർ ആയോ? ഇപ്പൊ നാളെ വന്ന് സർജറി ചെയ്തോ, 26th അല്ലെങ്കിൽ 27th വന്ന് സർജറി ചെയ്തോ എന്ന് പറയാണ് ഡോക്ടർ. പക്ഷെ അവർ അന്ന് വരുമ്പോ പറയാണ് ഇന്ന് പറ്റില്ല, വീണ്ടും ഒരു ഇന്ന് ഡോക്ടർ ലീവാണ്, അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഫെസിലിറ്റീസിന്റെ അഭാവമുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താ വീണ്ടും സർജറിക്ക് റീഷെഡ്യൂൾ ചെയ്യുക. ക്ലിയർ ആയോ അത്? അങ്ങനെയുള്ള കേസുകൾ പെർസെന്റേജ് നോക്കും. ടേൺ അറൌണ്ട് ടൈം ഫോർ ഇഷ്യൂ ഓഫ് ബ്ലഡ് ആൻഡ് കമ്പോണൻസ്. എന്താണ് ബ്ലഡും ബ്ലഡിന്റെ കമ്പോണൻസുകളും ടെസ്റ്റ് ചെയ്യാൻ എടുത്തിട്ട് നമുക്ക് ഒരു ടൈം തരും അല്ലെ? അങ്ങനെയല്ലേ? ബ്ലഡ് എടുത്തിട്ട് പറയും ഇത്ര 24 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂറിനുള്ളിൽ നമുക്ക് റിസൾട്ട് കിട്ടുന്ന പറയില്ലേ? അപ്പൊ അതിനെയാണ് ടേൺ അറൌണ്ട് ടൈം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ടൈമിനുള്ളിൽ കറക്റ്റ് റിസൾട്ട് കൊടുക്കാണ്ടോ അല്ലെങ്കിൽ രോഗികളെ എന്തെങ്കിലും ബുദ്ധിമുട്ടിച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും കംപ്ലൈൻസുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പെർസെന്റേജ് നോക്കും. നഴ്സ് റേഷ്യോ ഫോർ ICU ആൻഡ് വാർഡ്. നമ്മൾ ICU വാർഡൊക്കെ എടുത്തപ്പോ പറഞ്ഞു അല്ലെ? ഇത്ര പേഷ്യൻസിന് ഇത്ര നേഴ്സ് എന്നുള്ള രീതിയിൽ ICUലും വാർഡിലൊക്കെ പഠിച്ചില്ലേ? 1:1, 1:2 എന്നൊക്കെ പറഞ്ഞ ICUല് പഠിച്ചോ? ഓർമ്മയുണ്ടാ? ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളും പോയാ തേർഡൊക്കെ ആയപ്പോ അപ്പൊ അങ്ങനെയുള്ള റേഷ്യോ കറക്റ്റ് പ്രൊപ്പോർഷനില് കറക്റ്റ് റേഷ്യോയിലുണ്ടോ? നെക്സ്റ്റ് വെയിറ്റിംഗ് ടൈം ഫോർ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ. എന്താണ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ അല്ലെ? ഡോക്ടറുടെ ജസ്റ്റ് കാണാൻ വരുന്ന പേഷ്യൻസ് എത്ര ടൈം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ഒരുപാട് ടൈം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? അങ്ങനെയുള്ള കാര്യങ്ങള്. വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസ്റ്റിക്. എന്താ രോഗനിർണയം നടത്തുന്നതിന് വേണ്ടി എത്ര ടൈം വെയിറ്റ് ചെയ്തിട്ടുണ്ട്? ടെസ്റ്റുകൾ നടത്തിയിട്ട് റിസൾട്ട് കിട്ടാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് നടത്തിയിട്ട് റിസൾട്ട് കിട്ടാനോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. രോഗനിർണയം നടത്തുന്നതിന് വേണ്ടി എത്ര ടൈം വെയിറ്റ് ചെയ്തു? നെക്സ്റ്റ് സ്റ്റോക്ക് ഔട്ട് റേറ്റ് ഓഫ് എമർജൻസി മെഡിക്കേഷൻ. എമർജൻസി മെഡിസിനുകൾ എന്ത് ചെയ്യാ? സ്റ്റോക്ക് ഔട്ട് ആവും, തീർന്നു പോവുക. അതെങ്ങനെ എത്രത്തോളം സംഭവിച്ചിട്ടുണ്ട്, എപ്പോഴൊക്കെ സംഭവിച്ചിട്ടുണ്ട്, അതിന്റെ റേറ്റ് നോക്കും. പേഷ്യന്റ് ഫോൾ റേറ്റ്. പേഷ്യന്റ് ഫോൾ റേറ്റ് എന്ന് പറഞ്ഞാൽ പേഷ്യൻസിന് വീഴ്ചകളൊക്കെ സംഭവിക്കില്ലേ? ആക്സിഡന്റുകൾ സംഭവിക്കാം, ആഘാതങ്ങൾ സംഭവിക്കാം, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ തന്നെ വീഴാം അല്ലെ? അപ്പൊ പേഷ്യൻസിന്റെ ഫോൾ റേറ്റ് എത്ര എണ്ണമാണ്? നെക്സ്റ്റ് ഇൻസിഡൻസ് ഓഫ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ്. എന്താണ് നീഡിൽ കൊണ്ട് സൂചി കൊണ്ട് എന്തെങ്കിലും ഇഞ്ചുറീസ് പറ്റിയിട്ടുണ്ടോ? അങ്ങനെയുള്ള കേസുകൾ ചിലപ്പോ ഇപ്പൊ എന്താണ് ബ്ലഡ് എടുക്കുന്ന സമയത്തോ അതല്ല ട്രിപ്പ് ഇടുന്ന സമയത്തോ അല്ലെങ്കിൽ മെഡിക്കേഷൻ മരുന്നുകൾ കയറ്റുന്ന സമയത്തോ അതല്ലെങ്കിൽ നമ്മ ഈ ആൻജിയോഗ്രാം ഒക്കെ ചെയ്യുമ്പോ നീഡിൽ കയറ്റോ? വെയിനിന്റെ ഉള്ളിൽ കൂടി നീഡിൽ കയറ്റിട്ടല്ലേ ചെയ്യുന്നേ? അപ്പൊ അങ്ങനെ നീഡിൽ കയറ്റുന്ന സമയത്ത് എന്തെങ്കിലും ഇൻസിഡന്റുകൾ എന്തെങ്കിലും സംഭവങ്ങൾ നടന്നിട്ടുണ്ടോ? ക്ലിയർ ആയോ അത്? നെക്സ്റ്റ് സ്യൂട്ടബിൾ ഹാൻഡ് ഓവേഴ്സ് ഡ്യൂറിങ് ഷിഫ്റ്റ് ചേഞ്ച്. എന്താണ് സെപ്പറേറ്റ് ഫോർ ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ്. ഷിഫ്റ്റ് ചെയ്യാ അല്ലെ? ഡോക്ടർ എന്ത് ചെയ്യാ? ഇപ്പൊ കാർഡിയോളജിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോ അവർക്ക് ന്യൂറോക്ക് പറയാം അല്ലെ? റെഫർ ചെയ്തൂടെ? അല്ലെങ്കിൽ ഓർത്തോനെ റെഫർ ചെയ്യാം. അങ്ങനെ ഷിഫ്റ്റിംഗ് നടക്കില്ലേ? ആ സമയത്ത് എന്തെങ്കിലും സൂട്ടബിൾ അല്ലാത്ത രീതിയിൽ കറക്റ്റ് അല്ലാത്ത രീതിയിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ടോ? നെക്സ്റ്റ് കംപ്ലൈൻസ് റിലേറ്റഡ് ടു മെഡിക്കേഷൻ പ്രിസ്ക്രിപ്ഷൻ ഇൻ ക്യാപിറ്റൽസ്. മെഡിക്കേഷൻസ് ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതുന്ന സമയത്ത് എന്തെങ്കിലും കംപ്ലൈൻസുകൾ വന്നിട്ടുണ്ടോ? എന്തെങ്കിലും തിരിച്ചറിയാതെ അങ്ങനെ എന്തെങ്കിലും കംപ്ലൈൻസുകൾ വന്നിട്ടുണ്ടോ? ക്ലിയർ ആയോ?
ലാസ്റ്റ് നമ്മ സാധാരണ മെഡിസിനുകൾ എങ്ങനെയാണ് നമുക്ക് എഴുതി തരാം? സ്മോൾ ലെറ്ററിലൊക്കെ എഴുതി തരാം. അപ്പൊ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ ചിലത് നമ്മ മെഡിസിൻ പറഞ്ഞപ്പോ പറഞ്ഞല്ലോ, പാരസെറ്റാമോളിന്റെ ഒക്കെ ജനറൽ ഫോം എഴുതുന്നു അല്ലെ, ജനറൽ നെയിം എഴുതുന്നു. അപ്പൊ അങ്ങനെ എന്തെങ്കിലും എഴുതിയിട്ട് എന്തെങ്കിലും കംപ്ലൈന്റ്സുകൾ വന്നിട്ട് എന്താണ് എടുത്തു കൊടുക്കുന്ന ആൾക്ക് മാറിപ്പോകാതെ, അല്ലെങ്കിൽ എന്താണ് റോങ് ആയിട്ട് മെഡിസിൻ കൊടുത്തോ, അങ്ങനെ എന്തെങ്കിലും കംപ്ലൈന്റ്സുകൾ വന്നിട്ടുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ ഈ പഠിക്കുന്ന 32 കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഇല്ലേ, അത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ക്വാളിറ്റി മാനേജ്മെന്റിൽ പഠിക്കാനുണ്ട് കേട്ടാ. അതെങ്ങനെയാണ് അതിന്റെ റേഷ്യോ കാണുന്നത്, പെർസെന്റേജ് കാണുന്നത് എങ്ങനെയാണെന്നൊക്കെ ക്വാളിറ്റി മാനേജ്മെന്റിൽ പഠിക്കാനുണ്ട്. ഇത് ജസ്റ്റ് ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. A to N വരെയും പറയണം. ഓക്കെ, നെക്സ്റ്റ് ഫസ്റ്റ് വൺ Q. ഓക്കെ, പറയാം. ടൈം ടേക്കൺ ഫോർ ഇനീഷ്യൽ അസസ്മെന്റ് ഓഫ് ഇൻഡോർ പേഷ്യൻസ്. ഇൻഡോർ പേഷ്യൻസിന് എന്താണ് IPD-യിൽ വരുന്ന പേഷ്യൻസിന് ഇനീഷ്യൽ അസസ്മെന്റ്, പ്രാഥമിക വിലയിരുത്തൽ അന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്, ഓർമ്മയില്ല? ഇനീഷ്യൽ അസസ്മെന്റ് അല്ലെ, ആ ഇനീഷ്യൽ അസസ്മെന്റിന് വേണ്ടി എത്ര സമയം? ഇനീഷ്യൽ അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ പ്രാഥമികമായി വിലയിരുത്തൽ. ഇപ്പൊ നമ്മൾ ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മളോട് ചോദിക്കാറില്ലേ, മുമ്പ് ഇതുപോലെ എന്തെങ്കിലും അസുഖങ്ങൾ വന്നിട്ടുണ്ടോ അല്ലെ? കണ്ടിന്യൂസ് ആയിട്ട് എന്തെങ്കിലും മെഡിസിൻ കഴിക്കുന്നവരാണോ അല്ലെ? നമ്മുടെ ഹെൽത്തിനെ കുറിച്ച് ഒരു ഇത് ചോദിക്കൂലേ, ഒരു ഷുഗർ ഉണ്ടോ, പ്രഷർ ഉണ്ടോ അല്ലെ, BP എങ്ങനെയാണ്, നോർമൽ ആണോ എന്നൊക്കെ ചോദിക്കില്ലേ? അങ്ങനെ ഇനീഷ്യൽ അസസ്മെന്റിന് പ്രാഥമിക വിലയിരുത്തലിന് എത്ര സമയമെടുത്തു? ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ്, എന്താണ് ഡിസ്ചാർജിന് എത്ര സമയം, ഡിസ്ചാർജ് കഴിഞ്ഞിട്ട് അത് ഡിസ്ചാർജ് ചെയ്ത് വിടുന്നതിന് വേണ്ടി എത്ര സമയം എടുത്തു? നെക്സ്റ്റ്, ഇൻസിഡന്റ് ഹോസ്റ്റൽ കണക്റ്റഡ് പ്രഷർ അൾസേഴ്സ് ആഫ്റ്റർ അഡ്മിഷൻ. നമ്മളെ ആഫ്റ്റർ അഡ്മിഷൻ ആക്കിയതിന് ശേഷം എത്ര അൾസർ കേസ്, അൾസർ എന്ന് പറഞ്ഞാൽ ബെഡ് സോർ ഇല്ലേ, ഈ കുറച്ച് നാളുകള് രോഗികൾ എന്താണ് ബെഡിൽ കിടന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യും, അവര് സ്കിന്നൊക്കെ പൊട്ടോ, ഡാമേജ് വരും അല്ലെ, ഇൻഫെക്ഷൻ ഒക്കെ വരില്ലേ? അപ്പൊ അതിനെയാണ് അൾസേഴ്സ്, ബെഡ് സോറിനെയാണ് അൾസേഴ്സ്. അങ്ങനെയുള്ള എത്ര കേസുകൾ വന്നിട്ടുണ്ട്, ഇൻസിഡന്റുകൾ വന്നിട്ടുണ്ട്? നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറർ പെർ 1000 ഇൻവെസ്റ്റിഗേഷൻ. 1000 ഇൻവെസ്റ്റിഗേഷൻ നടത്തുമ്പോൾ അതിൽ എത്ര എറർ സംഭവിച്ചിട്ട്, എത്ര തെറ്റുകൾ സംഭവിച്ചു? ചിലപ്പോ അവരുടെ ഡാറ്റ എഴുതിയതിലാവാം, അതല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ടെസ്റ്റുകൾ നടത്തിയതാവാം അല്ലെ, എറർ സംഭവിക്കുക. അപ്പൊ എത്ര എറർ വന്നിട്ടുണ്ട്? നമ്പർ ഓഫ് വേരിയേഷൻ ഒബ്സർവ്ഡ് ഇൻ മോക്ക് ഡ്രിൽസുകൾ അല്ലെ, നമ്മ ഹോസ്പിറ്റലിൽ പല കാര്യങ്ങളിലും മോക്ക് ഡ്രിൽസ് നടത്താറില്ലേ? നമ്മ ഡിസാസ്റ്ററിൽ പറഞ്ഞു അല്ലെ, ഡിസാസ്റ്ററിൽ മിസ് പറഞ്ഞിട്ടുണ്ട് എന്താണ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് അല്ലെ, ഓരോ അപകടങ്ങൾ വരുമ്പോഴും എങ്ങനെ അവരെ രക്ഷിക്കാം എന്നതിനെ കുറിച്ചൊക്കെ മോക്ക് ഡ്രില്ലുകൾ നടത്താറുണ്ടെന്ന്. പിന്നെ കോഡ് ബ്ലൂ റിലേറ്റ് ചെയ്തിട്ട് മോക്ക് ഡ്രില്ലുകൾ ഉണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് എത്ര വേരിയേഷൻസ് റോങ് ആയ രീതിയിൽ മോക്ക് ഡ്രില്ലുകൾ എത്ര എണ്ണം ചെയ്തിട്ടുണ്ട്? നെക്സ്റ്റ്, നമ്പർ ഓഫ് പെർസെന്റേജ് ഓഫ് അഡിയറൻസ് ടു സേഫ്റ്റി പ്രിക്കോഷൻസ് ബൈ സ്റ്റാഫ് വർക്കിംഗ് ഇൻ ഡയഗ്നോസ്റ്റിക്. എന്താണ് ഡയഗ്നോസ്റ്റിക് ഇൻ ദിസ് സമയത്ത് എന്ത് ചെയ്യുക? ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ എന്തിരിക്കണം, എന്ത് സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കണം അല്ലെ? അസുഖങ്ങൾ സ്പ്രെഡ് ചെയ്യിക്കാൻ നമ്മൾ പറഞ്ഞ എന്താണ് PPE കിറ്റുകള്, മാസ്കുകള്, ഗ്ലൗസുകളൊക്കെ ധരിക്കില്ലേ, ഹാൻഡ് വാഷിങ് അല്ലെ? അപ്പൊ അത് എത്ര പേര് ചെയ്യാതിരുന്നിട്ടുണ്ട്, അതിന്റെ പെർസെന്റേജ് എത്ര എണ്ണമാണ്? നെക്സ്റ്റ്, പെർസെന്റേജ് ഓഫ് മെഡിക്കേഷൻ ചാർട്ട് വിത്ത് എറർ പ്രോൺ അബ്രിവിയേഷൻ. അബ്രിവിയേഷൻ എന്ന് പറഞ്ഞാല് ഈ മെഡിക്കേഷൻ എഴുതില്ലേ ഡോക്ടർ, അപ്പൊ അവര് എന്ത് ചെയ്യും, മെഡിസിന്റെ ഫുൾ നെയിം എഴുതാതെ അബ്രിവിയേഷൻ എഴുതും. 3 ലെറ്റേഴ്സ് ഒക്കെ അബ്രിവിയേഷൻ ഒക്കെ പഠിച്ചില്ലേ ഇതില്? അതേപോലെ അവർ എന്ത് ചെയ്യും, ആ ഷോർട്ട് ഫോം ആക്കിയത് എന്താണ്, ആ മെഡിസിനിന്റെ ഷോർട്ട് ഫോമുകൾ എഴുതും. ചിലപ്പോ അസുഖങ്ങളായിരിക്കും അവർ എഴുതുന്നത്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും എഴുതിയിട്ട് എന്തെങ്കിലും തെറ്റുകൾ എററായിട്ട് മെഡിസിൻ മാറിക്കൊടുക്കുക അല്ലെ, തെറ്റായിട്ട് മെഡിസിൻ കൊടുക്കുക. അങ്ങനെ എന്തെങ്കിലും എറർ സംഭവിച്ചിട്ടുണ്ടോ? അതിന്റെ പെർസെന്റേജ് എത്രയാണ്?
നെക്സ്റ്റ് ഇൻപേഷ്യൻസ് ഡെവലപ്പിംഗ് അൺഫേവറബിൾ ഡ്രഗ് റിയാക്ഷൻ എന്താണ്? ഇൻപേഷ്യൻ ഡിപ്പാർട്ട്മെന്റില് പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കുന്ന ആ സെക്ഷൻ ആണല്ലേ ഇൻപേഷ്യൻ ഡിപ്പാർട്ട്മെന്റില്. അവിടെ അൺഫേവറബിൾ ആയിട്ട് എത്ര ഡ്രഗ് റിയാക്ഷൻസ് എന്താണ്? ചിലപ്പോ ആ രോഗിക്ക് മരുന്ന് കൊടുത്തതുകൊണ്ട് എന്തെങ്കിലും അലർജീസോ അല്ലെ എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാവുമല്ലോ മരുന്ന് കൊടുത്തിട്ട്. ആന്റിബയോട്ടിക്സുകള് പെയിൻ കില്ലേഴ്സ് ഒക്കെ കൊടുക്കുമ്പോ അപ്പൊ എന്തെങ്കിലും ഡ്രഗ് റിയാക്ഷൻ സംഭവിച്ചിട്ടുണ്ടോ? അപ്പൊ അതിന്റെ പെർസെന്റേജ് എത്രയാണ്? ആ റിയാക്ഷൻ സംഭവിച്ചു. നെക്സ്റ്റ് പെർസെന്റേജ് ഓഫ് അൺപ്ലാനഡ് റിട്ടേൺ ടു OT എന്ന് വെച്ചാല് നമുക്കിപ്പോ ഒരു ഓപ്പറേഷൻ നടന്നു ഹോസ്പിറ്റലില് ഒരു ഓപ്പറേഷൻ നടന്നു എന്നിട്ട് നമുക്ക് എന്തെങ്കിലും സർജിക്കൽ സൈറ്റ് ചില ഹോസ്പിറ്റലിൽ കേൾക്കാറില്ലേ സർജറി നടന്നു കഴിഞ്ഞിട്ട് കത്രിക ഉള്ളിൽ വെച്ച് മറന്നു അല്ലേ? അതിനൊക്കെ കേൾക്കാറുണ്ടോ? ബ്ലേഡ് വീർന്നു അല്ലേ? അപ്പൊ അവരെന്ത് ചെയ്യും? അതല്ലെങ്കിൽ നൂല് വെട്ടുപോയി അല്ലേ? അങ്ങനെ ആവണമെന്നില്ല. മിസ് നിങ്ങൾക്ക് പറയാ എക്സാമ്പിൾ കോട്ടൺ മറന്നു എക്സാമ്പിൾ മനസ്സിലാവാൻ വേണ്ടി പറയുന്നതാണ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും നടന്നിട്ട് ഇപ്പൊ എന്താണ്? അല്ലെങ്കിൽ ഇൻഫെക്ഷൻ വരാം അല്ലെ? സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ വരാം. അങ്ങനെ എന്തെങ്കിലും വന്നിട്ട് അവര് റിട്ടേൺ ചെയ്യുക എന്താണ്? ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സർജറിക്ക് തന്നെയായിട്ട് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അത് എത്ര പെർസെന്റേജ് ആണ്? നെക്സ്റ്റ് പെർസെന്റേജ് ഓഫ് നിയർ മിസ്സസ്. നിയർ മിസ്സസ് എന്ന് പറഞ്ഞാല് ആ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും തലനാരിഴയ്ക്ക് രക്ഷപ്പെടാന്ന് പറഞ്ഞില്ലേ മിസ്? എന്തെങ്കിലും മെഡിസിൻ റോങ് ആയിട്ട് കൊടുക്കാൻ പോവാണ്, പെട്ടെന്ന് തന്നെ ആ ഫാർമസിസ്റ്റ് ഐഡന്റിഫൈ ചെയ്തിട്ട് അതെന്താണ് ആ മെഡിസിൻ തിരിച്ചെടുത്ത് കറക്റ്റ് കൊടുക്കുക, അല്ലെങ്കിൽ സർജറിയുടെ ഏത് ഭാഗത്താണെന്നുള്ളത് മാറിപ്പോവാം. അപ്പൊ അങ്ങനെയുള്ള തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു പോയത് എത്ര കേസുകളാണ്? നെക്സ്റ്റ് പെർസെന്റേജ് ഓഫ് മെഡിക്കൽ എന്താണ്? ഇൻപെർഫെക്റ്റ് ആയിട്ട് നല്ല രീതിയിലല്ലാണ്ട് തെറ്റായിട്ട് എന്തെങ്കിലും ഇൻഫർമേഷൻ രജിസ്റ്റർ ചെയ്താവാം, അല്ലെങ്കിൽ ഡ്രഗുകൾ എഴുതുന്നതാവാം, അല്ലെ പേഷ്യൻസിന്റെ പേര് മാറിപ്പോകുന്നതാവാം അല്ലെ? ഇംപ്രോപ്പർ ആയിട്ട് കറക്റ്റ് അല്ലാത്ത രീതിയിൽ എത്ര മെഡിക്കേഷൻ റെക്കോർഡ്സുകൾ തയ്യാറാക്കിയിട്ടുണ്ട്? നെക്സ്റ്റ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ. ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ബ്ലഡുകൾ മാറാം അല്ലെ? ചേഞ്ച് ചെയ്യേണ്ടി വരുമല്ലോ ചില പേഷ്യൻസിന് ട്രാൻസ്ഫ്യൂഷൻ. അപ്പൊ ഡോണർ റെസിപ്പന്റ് ഒക്കെ ഉണ്ടാവും അല്ലെ? അപ്പൊ ഇപ്പൊ എന്താണ്? ഡോണർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ആവാം, എന്തെങ്കിലും അസുഖങ്ങളുണ്ട്. അപ്പൊ ഇവര് അതൊന്നും ചെക്ക് ചെയ്യാണ്ട് എന്ത് കൊടുക്കാം? മരുന്നുകൾ കൊടുത്ത് ഈ ബ്ലഡ് കൊടുക്കാണ്. അപ്പൊ റെസിപ്പിയന്റിന് ബുദ്ധിമുട്ട് വരും, സ്വീകരിക്കുന്ന ആൾക്കും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? നെക്സ്റ്റ് പെർസെന്റേജ് ഓഫ് കേസസ് ഹു റിസീവ് സൂട്ടബിൾ എന്താണ്? ആന്റിബയോട്ടിക്സുകൾക്ക് എന്താണ് ഒരു ടൈം ഫ്രെയിം ഉണ്ട് അല്ലെ? 3 ദിവസം 5 ദിവസം അങ്ങനെയൊക്കെയല്ലേ ആന്റിബയോട്ടിക്സുകൾ കൊടുക്കുക? ആ ടൈം ഫ്രെയിമിനുള്ളില് പേഷ്യൻസിന് മെഡിസിൻ കൊടുത്തിട്ടുണ്ടോ? ആന്റിബയോട്ടിക്സുകൾ കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് രീതിയിൽ അവർക്ക് എഫക്റ്റ് ആയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങള് എത്ര പെർസെന്റേജ് ആണ് അത്? നെക്സ്റ്റ് പെർസെന്റേജ് എന്താണ്? സർജറി ചെയ്തിട്ട് അതിനെന്തെങ്കിലും ഇതുകൾ വരാം എന്താണ്? റോങ് പേഷ്യന്റിന് രോഗികൾ മാറിപ്പോയി ചെയ്യുക, അതല്ലെങ്കിൽ റോങ് സൈറ്റിൽ ഇപ്പൊ വയറിന് സർജറി ചെയ്യേണ്ടടുത്ത് ബ്രെയിനിന് സർജറി ചെയ്യുക അല്ലെ? അല്ലെങ്കിൽ റോങ് സർജറി നടത്തുക. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എത്ര പെർസെന്റേജ് നടന്നിട്ടുണ്ട്? മെഡിക്കേഷൻ എറർ എന്ന് പറഞ്ഞാൽ മരുന്നുകൾ മാറ്റിക്കൊടുക്കുക, പേഷ്യൻസിന് മരുന്നുകൾ മാറ്റിക്കൊടുക്കുക. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ എത്ര എണ്ണം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്? നെക്സ്റ്റ് സ്റ്റാൻഡേർഡൈസ്ഡ് മോർട്ടാലിറ്റി റേഷ്യോ ഇൻ ICU എത്ര ഡെത്ത് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്? ക്ലിയർ ആയോ? ബാക്കി എല്ലാവർക്കും എങ്ങനെയാണ്? ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ. അപ്പൊ മിസ് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ. Okay, ma'am. Thank you.